പ്രൈസ് ദി ലോർഡ്. വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൊണ്ട് ദൈവം നമുക്ക് ദാനം ചെയ്തതിലോ അതിനായിട്ട് നന്ദി പറയാം, കർത്താവിന് മഹത്വം കരയറ്റാം. വിറ്റ്നസ്സിലൂടെ പിന്നെയും ഒരു അനുഗ്രഹിക്കപ്പെട്ട നോർത്ത് ഇന്ത്യൻ മിഷണറി അനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മിഷണറി അനുഭവം മാത്രമല്ല, വലിയൊരു ജീവിതകഥ. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നാം ഇരിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ നിറയ്ക്കുവാനിടയായി തീരട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളെയും അടച്ച് ദൈവസന്നിധിയിൽ സമർപ്പണത്തോട് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരും സ്പർശിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ, നിൻ്റെ മഹത്വം കാണുന്ന ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടെ നയിച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. ആണിപ്പാടുള്ള കരങ്ങളിൽ വെച്ച് അവിടുന്ന് ഉപയോഗിക്കണം. ദൈവമഹത്വം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടണം. ഞങ്ങളെല്ലാം മുറ്റുമായി സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടവശങ്ങൾ ക്ഷമിക്കണം കർത്താവെ. ഞങ്ങളെ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. അറ്റൻഡ് ചെയ്യുന്ന ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വൻകാര്യങ്ങളെ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകലമാനവും മഹത്വത്തോടത്തേക്ക് യേശുക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, 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 ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം. വിറ്റ്നസ്സിലൂടെ നമുക്കറിയാമല്ലോ, മിഷണറിമാരായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവദാസന്മാരൊക്കെയാണ് ഈ ഒരു സെഷനിൽ നമുക്ക് കടന്നു വരുന്നത്. ഇന്ന് നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസൻ ബീഹാറിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിജയരാജ്, ബീഹാർ. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ദാസനെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ഞങ്ങളോടൊപ്പം കടന്നു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പാസ്റ്ററുടെ ബ്രദറിൻ്റെ സാക്ഷ്യം ഞങ്ങൾ കേട്ടിരുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാധാകൃഷ്ണൻ ചോറ്റാനിക്കര. ഇപ്പോൾ ചോറ്റാനിക്കരക്കാരനാണ് അല്ലേ? അതെ, ചോറ്റാനിക്കരയാണ്. അതെ. രാധാകൃഷ്ണൻ പാസ്റ്ററുടെ സാക്ഷ്യം വേറെ ഒരു സാക്ഷ്യമായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്ന ഒരു സാക്ഷ്യം. ബീഹാറിലൊക്കെ പോയി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസൻ. അങ്ങനെ നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു സാക്ഷ്യമാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഞാൻ രാധാകൃഷ്ണൻ പാസ്റ്റർ ബ്രദർ എന്ന നിലയിൽ പരിചയപ്പെടുത്തി. എന്നാലും നമുക്ക് കുടുംബത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ഒക്കെ ഇത് പറഞ്ഞു തുടങ്ങാം അല്ലേ? നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുവാൻ വേണ്ടി പാസ്റ്റർക്ക് തന്നെ ഒന്ന് പറയാം. കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. പാസ്റ്റർ ഫാമിലിയെക്കുറിച്ചും പറയാം, മാതാപിതാക്കളെയും സഹോദരങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഓക്കെ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നീ അനുഗ്രഹപ്പെട്ട സമയത്ത് കർത്താവിന്റെ ഒരു സാക്ഷിയായി നിന്നുകൊണ്ട് ആസാദി ടി വിയിൽ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, ഇതിൽ ദേവദാസന്മാർ അനുഗ്രഹപ്പെട്ട അനേക ഇടങ്ങളിൽ 5 വൻകരകളിൽ നിന്നും ജോയിൻ ചെയ്ത അനേക പ്രിയപ്പെട്ടവരുണ്ടെന്നറിയാം. അവരുടെ മുമ്പിൽ ഒരു എളിയ സാക്ഷ്യവുമായി നിൽപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായി നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസൻ സൂചിപ്പിച്ചതുപോലെ എന്റെ പേര് വിജയരാജ്. സ്ഥലം എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര എന്ന് പറയുന്ന ദേശത്താണ്. എനിക്ക് ഭാര്യയുടെ പേര് ബിന്ദു. ഒരു മകനുണ്ട് ജോഷു. അവനോട് ബീഹാറിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 2.5 വർഷമായി ഞങ്ങൾ ബീഹാറിലായിരിക്കുന്നു. ബാക്കിയുള്ളവർ നാട്ടിലായിരിക്കുന്നു. രാധാകൃഷ്ണൻ ബ്രദർ അവിടെ നാട്ടിൽ ശുശ്രൂഷ ചെയ്യുന്നു. പിന്നെ ഞങ്ങൾക്ക് മാതാവുണ്ട്. പിതാവ് മരിച്ചുപോയി. 93 ജൂലൈ 13-ാം തീയതി പിതാവ് മരണപ്പെട്ടു. 2 സഹോദരിമാരുണ്ട്. പിന്നെ ഒരു സഹോദരൻ കൂടി ഉണ്ട്. എന്റെ നേരെ മൂത്ത സഹോദരൻ 2013 താനും മരണപ്പെടുവാനിടയായി തീർന്നു. അതാണ് നമ്മുടെ ജീവിതത്തിലെ കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള വിവരം. അതെ, സത്യത്തിലെ ജീവിതാനുഭവങ്ങൾ, രാധാകൃഷ്ണൻ പാസ്റ്റർ ജീവിതാനുഭവം, പാസ്റ്റർ ജീവിതാനുഭവം, കുടുംബത്തിന്റെ അനുഭവം എല്ലാം കണക്റ്റായി കിടക്കുകയല്ലേ? ഒത്തിരി കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധങ്ങളുണ്ട്. സാക്ഷ്യം ഇതിൽ അതിന്റെ കാര്യം പറയാതെ എന്റെ സാക്ഷ്യം മുന്നോട്ട് പോകത്തില്ല. അത് ഞങ്ങളുടെ അങ്ങനെ ദൈവം പണിതു വെച്ചിരിക്കുന്നത്. അതെ അതെ. രാധാകൃഷ്ണൻ പാസ്റ്റർ ജീവിതാനുഭവമാണ് നിങ്ങളെയൊക്കെ ഒരു കണക്കിന് ഈ വിശ്വാസ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും. ആ രാധാകൃഷ്ണൻ പാസ്റ്റർ കേസ് ഉണ്ടായി 2 ദിവസത്തിനുള്ളിൽ ഞങ്ങളെല്ലാവരും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ പിതാവ് തീരുമാനമെടുത്തതാണ്. എന്നാൽ ഞങ്ങളുടെ അന്നത്തെ ആ ചെറുപ്രായത്തിലെ ഭയവും എല്ലാം കാരണം ഞങ്ങൾ പിതാവിനോട് നിലവിളിച്ചത് കൊണ്ട് ആ തീരുമാനം പിതാവ് മാറ്റുകയായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. സ്വർഗത്തിലെ ദൈവത്തിന് എല്ലാ മഹത്വവും.
കർത്താവ് ഇന്നും ജീവിക്കുന്നു, വിടുവിക്കുന്നു, നടത്തുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടുത്തെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു പാസ്റ്ററെ. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം. വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ അങ്ങോട്ട് ഒരു കരച്ചിൽ വരും. എന്താ, ദൈവം അത്രത്തോളം കരുതിയല്ലോ, എത്രത്തോളം. പലപ്പോഴും ഞാൻ എന്നെ തന്നെ ആലോചിക്കുമ്പോൾ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. അതാണ് എനിക്ക് എപ്പോഴും ഓർമ്മ. എന്റെ ദൈവത്തോടുള്ള ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത് അതാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റി ഇങ്ങനെ ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ കർത്താവ് വൻ ഭാഗ്യം ചെയ്ത് കരുണ ചെയ്ത് അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പൂർണ്ണസമയ ശുശ്രൂഷയിലൊക്കെ ആയിട്ട് എത്ര സമയങ്ങളായി? ഞാൻ 2015 വരെ ജോലിയിലായിരുന്നു പാസ്റ്ററെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ പിന്നെ ഒരു തീരുമാനം എടുത്തു. 2015 ഡിസംബർ ആയപ്പോൾ ഞാൻ ജോലി ഞാൻ പറഞ്ഞു, വീട്ടില് വൈഫിനോട് പറഞ്ഞു, ഇനി ഞാൻ ജോലി ചെയ്യണമെങ്കിൽ കർത്താവ് പറയണം, അല്ലെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. അങ്ങനെ ഞാൻ സമർപ്പിച്ച് ഒരു 40 ദിവസത്തോളം ഉപവസിച്ച് കർത്താവ് അങ്ങനെ വഴി തുറന്നാണ് ഒരു വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. എന്നാലും അനേകർ നമ്മളെ നിരുത്സാഹപ്പെടുത്തി നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകരുതെന്ന് പറഞ്ഞു. എന്റെ ഉള്ളത്തിലെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. എനിക്കൊന്നും അറിയത്തില്ല, കാര്യങ്ങളൊന്നും അറിയത്തില്ല, എന്നാൽ എനിക്ക് ഇവിടെ വന്ന് ശുശ്രൂഷിക്കണം, ഇവിടെ വന്ന് നിൽക്കണം, അവരിൽ ഒരാളായി തീരണമെന്നൊരു വലിയ ആഗ്രഹം, വാഞ്ച എന്റെ ഉള്ളിലുണ്ടായിരുന്നു. കർത്താവ് അത് 2022 സാധിപ്പിച്ചു. അപ്പം പിന്നെ ഏത് സ്ഥലത്താ? ബീഹാറിൽ ഏത് സ്ഥലത്താ? ബീഹാറില് 38 ജില്ലകളില് ഏറ്റവും ഈസ്റ്റ് ചമ്പാരൻ ജില്ല എന്ന് പറയുന്ന ജില്ലയിൽ റക്സോൾ എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ ആയിരിക്കുന്നത്. ഓ ശരി. ഇവിടെ നേപ്പാളിന്റെ ബോർഡറാണ്. അപ്പൊ നമുക്ക് നേപ്പാളിലും കടന്നുപോയി ശുശ്രൂഷിക്കാനും അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ശരി, ഓക്കെ. അപ്പം നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു ഏറിയയാണ് അല്ലേ? അതെ അതെ. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ജീവിതാനുഭവങ്ങളൊക്കെ കേൾക്കാം പാസ്റ്ററെ. എല്ലാ അനുഭവങ്ങളും പറയണം. ബീഹാറിലെത്തിയ കഥ പറയണം, ബീഹാറിലെ അനുഭവങ്ങൾ പറയണം, ജീവിതാനുഭവങ്ങൾ പറയണം, എല്ലാം കേൾക്കാൻ റെഡിയാണ് കേട്ടോ. പാസ്റ്റർക്ക് ഇനിയും സമയം തരികയാണ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പാസ്റ്റർ കണ്ടിന്യൂ ചെയ്താട്ടെ. സ്തോത്രം. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ മഹത്വം. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ സ്നേഹത്തെ അറിയിക്കുന്നു. എന്ന് ഈ അനുഗ്രഹപ്പെട്ട സമയത്ത് കർത്താവിന്റെ മഹത്വമേറിയ ഒരു സാക്ഷിയായി നിൽപ്പാൻ അടിയന് ലഭിച്ച വലിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞതുപോലെ എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര എന്ന് പറഞ്ഞ ദേശത്താണ് ജനിച്ചു വളർത്തപ്പെട്ടത്. പിതാവിന്റെ 6 മക്കളിൽ ഏറ്റവും ഇളയ മകനാണ് ഞാൻ. അപ്പോൾ തന്നെ ഒത്തിരി വാത്സല്യവും ഒത്തിരി കരുതലുമൊക്കെ എനിക്ക് ലഭിച്ചിരുന്നു. നല്ലൊരു ബാല്യപ്രായം ഓർമ്മിക്കുവാനുണ്ട്. നല്ല ഒരു കുട്ടിക്കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് പിതാവിന് നല്ല സാമാന്യം അനുഗ്രഹപ്പെട്ട തൊഴിലുണ്ടായിരുന്നു. സ്വർണ്ണപ്പണിയാണ്. പിതാവ് ചോറ്റാനിക്കര ദേശത്ത് ബന്ധപ്പെട്ട് അവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അതുപോലെ അലങ്കാരപ്പണികൾ, അപ്പോൾ തന്നെ മറ്റ് സ്വർണ്ണപ്പണികൾ, എല്ലാ തരമായ പണികളും താൻ ചെയ്യുമായിരുന്നു. എല്ലാ ആഭരണങ്ങളും നിർമ്മിക്കുന്നതിൽ തനിക്ക് പ്രത്യേക വൈദഗ്ധ്യം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഡൈ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ പിതാവ് താൻ തന്നെ രാഗി ഉണ്ടാക്കി ഡൈകള്, കൊത്തുപണികളൊക്കെ ഉണ്ടാക്കി അതൊക്കെ വെച്ച് നല്ല മനോഹരമായ രൂപങ്ങളും ആഭരണങ്ങളും എല്ലാം നിർമ്മിക്കുന്നതുകൊണ്ട് തനിക്ക് പണിക്ക്, തൊഴിലിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ അനുഗ്രഹപ്പെട്ട ഒരു നല്ല ബാല്യമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ തന്നെ ഞങ്ങള് തമിഴ് വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടവരാണ്. പിതാവിന്റെ ഒത്തിരി നല്ല ബന്ധുക്കളൊക്കെ തമിഴ്നാട്ടില്, കോയമ്പത്തൂർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അവരൊക്കെ വീട്ടിൽ വരിക എന്ന് പറയുന്ന ഒരു ഉത്സവം പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ വാഹനത്തിൽ വലിയ ബസ്സൊക്കെ പിടിച്ചിട്ടാണ് വീട്ടിൽ വരുന്നത്. അവർ കുറെ ദിവസം വീട്ടിൽ പാർത്ത് അങ്ങനെ എപ്പോഴും ബന്ധുജനമായിട്ടും എല്ലാം വലിയ സന്തോഷത്തോടെ ഒരു കുട്ടിക്കാലമാണ് ഞങ്ങളുടേത്. അന്ന് ഒന്നിനും ഒരു മുട്ടില്ല, എല്ലാത്തിനും സമൃദ്ധി. പിതാവ് നല്ല വിശ്വസ്തനായ ഒരു ആയിരുന്നു, സ്വർണ്ണ തൊഴിലാളിയായിരുന്നു. അപ്പോൾ തന്നെ അമ്പലത്തിലെ പണികൾ മാത്രമല്ല, വലിയ പുരോഹിതന്മാരുടെ അംശപടിയുടെ ആ പിടിയിലുള്ള കൊത്തുപണികൾ, അതുപോലെ അവരുടെ വലിയ കുരിശുമാല, ഇതെല്ലാം പണിയാനൊക്കെ പിതാവിന് നല്ല വൈദഗ്ധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നിലകളിലും ഒരു ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ മകനായി ജനിച്ച് വളരുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഞങ്ങളുടെ ആ വിശ്വാസ കർമ്മത്തിൽ അനുസരിച്ച് ഞങ്ങൾ വളരെ സന്തോഷമായി ജീവിച്ചു പോകുന്നു. ഒത്തിരി അവിടെ ആ ചെറുപ്രായത്തിൽ ഒരു പൂജാമുറിയിലേക്ക് കയറി കഴിഞ്ഞ ഒത്തിരി ഫോട്ടോകളും ഒത്തിരി കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എന്റെ കുഞ്ഞുനാളിലെ പ്രായത്തിൽ ഞാനും നോക്കിയപ്പോൾ അതിൽ ഏറ്റവും ലാളിത്യമുള്ള ഒരു ആളെ ഞാനും തെരഞ്ഞെടുത്തു. എന്റെ ഹൃദയത്തിൽ ഞാൻ പുള്ളിയെ മാത്രം ഇങ്ങനെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചൊക്കെ പോകുന്നു. നമുക്കറിയത്തില്ല വേറെ കാര്യങ്ങളൊന്നും അറിയാം. ഒത്തിരി വേറെ രൂപങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കുവാൻ പോലും നമുക്ക് അന്നത്തെ കാലത്ത് അതിനുള്ള ധൈര്യമോ ഇതൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരാളെ മാത്രം ഇങ്ങനെ ഇതായിട്ട് വന്നു. അങ്ങനെ നല്ലൊരു ബാല്യകാലം അങ്ങനെ കടന്നുപോയി. ജ്യേഷ്ഠന്മാരൊക്കെ വളർന്നു വന്ന് അവരൊക്കെ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കൊക്കെ വന്നപ്പോൾ അവരുടെ സ്വഭാവത്തിൽ വലിയ വ്യതിയാനം ഉണ്ടാകാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ
നാലാമത്തെ എന്റെ നാലാമത്തെ ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാണ് മൂത്ത സഹോദരിയുടെ വിവാഹം കഴിഞ്ഞത്. ആ സമയത്തൊക്കെ നല്ല ആർഭാടപരമായി നല്ല രീതിയിലാണ് വിവാഹം നടന്നത്. അപ്പോൾ ജ്യേഷ്ഠനൊക്കെ ഒരുമാതിരി കൗമാരപ്രായം കഴിഞ്ഞിങ്ങനെ ഇത് വരികയാണ്. അപ്പോൾ അന്നൊക്കെ ഉത്സവ ദിവസങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന ചില പതിവൊക്കെ ഉണ്ട്. അതൊന്നും ഒരു തെറ്റായെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. എന്നാൽ ഇവർക്കെല്ലാം ഇതിന്റെ രുചി പിടിച്ച് അതിലേക്ക് അവർ വീഴുമെന്നൊന്നും പിതാവ് ആരും കരുതിയില്ല. പിതാവിന് മക്കളെ കുറിച്ച് വലിയ സ്നേഹമുണ്ട്, വലിയ അവരെ കരുതണമെന്നുള്ള വലിയ ആഗ്രഹമാണ്. അവർ ഏറ്റവും നന്നായി വളർന്നു വരണമെന്ന് ആഗ്രഹിച്ച ഒരു നല്ല പിതാവാണ് ഞങ്ങളുടെ പിതാവ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ആചാര അനുഷ്ഠാന പ്രകാരം എല്ലാ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ച് മക്കളെ ഏറ്റവും നല്ല രീതിയിൽ, ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഇയ്യോബ് തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ തന്റെ വിശ്വാസ പ്രമാണ പ്രകാരം താൻ ചെയ്തു, ഓരോ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ അതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പരാജയത്തിലേക്ക് പോയി. അതിനൊരു പരിഹാരം ഉണ്ടാകാനിടയായില്ല. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ അതിനുശേഷം ചേട്ടന്മാരൊക്കെ പിന്നെയും അവരൊരു നിയന്ത്രണമില്ലാത്ത അനുഭവത്തിലേക്ക് അവർ വളർന്നു വരുവാൻ ഇടയായിത്തീരുന്നു. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം എല്ലാം ഇടയ്ക്ക് വെച്ച് പരാജയപ്പെട്ടു. അവർ പിതാവിനോട് ചേർന്ന് പണി പഠിക്കുവാനിരുന്നു. അങ്ങനെ പണിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വന്തമായി വരുമാനം ലഭിക്കാൻ തുടങ്ങിയപ്പോൾ അവർ അതുകൊണ്ട് മദ്യപാനം, അതുപോലെ പുകയില, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് മറ്റു കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ജീവിതത്തിന്റെ അവസ്ഥകൾ, ആ നല്ല ഒരു ബാല്യത്തിൽ നിന്നും ജീവിതത്തിലെ ചില പ്രതിസന്ധികളിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങളൊക്കെ എല്ലാ മക്കളും, മൂത്ത രണ്ട് സഹോദരന്മാരെ വെച്ച് ബാക്കി എല്ലാവരും നന്നായി പഠിക്കുവാൻ മിടുക്കുള്ളവരാണ്. നല്ല കഴിവ് ദൈവം തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ നന്നായി പഠിക്കുന്ന അവസ്ഥകളിലാണ് ഇങ്ങനെ വീട്ടിലേക്ക് ഓരോ പ്രതിസന്ധികൾ വന്ന് പിതാവ് അത് ചോദ്യം ചെയ്യും. അപ്പോൾ അവര് വലിയ കോപത്തോടെ ഇടപെടും. അങ്ങനെ വഴക്കുകൾക്ക് കാരണമായി തീർന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങുവാൻ കഴിയാത്ത അനുഭവങ്ങളിലേക്ക് ജീവിതം മാറുവാൻ തുടങ്ങി. അങ്ങനെ ഏറെ കാലം മുന്നോട്ട് പോയില്ല. ജ്യേഷ്ഠന് തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണമെന്നുള്ള തീരുമാനപ്രകാരം താൻ ആ പണിയെടുത്തുകൊണ്ടിരുന്ന കുറച്ച് സ്വർണവും കാര്യങ്ങളും എല്ലാമായി താൻ ഈ ദേശം വിട്ടു പോകുവാനിടയായിരുന്നു. പിതാവിനോട് വഴക്കിട്ട് ഞാൻ ഒരു പക എന്ന പോലെ താൻ ഇവിടുന്ന് ദൂരെ ദേശത്തേക്ക് കടന്നുപോയി. ഊട്ടി എന്ന പ്രദേശത്തേക്കാണ് താൻ കടന്നുപോയെന്ന് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത്. പിതാവ് വലിയ വേദനയോടെ പ്രയാസത്തോടെ ആയിത്തീർന്നു. അതായത് തന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു, മക്കൾ വളർന്നു വന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, നമ്മൾ ഈ ദേശത്ത് അല്ലെങ്കിൽ ഒരു നന്മയോടെ ജീവിക്കുമെന്നെല്ലാം കരുതിയ ഒരു സമയത്താണ് തന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം നേരിട്ട് മകൻ കടന്നുപോയി. പിതാവിന്റെ ആ വലിയ സ്നേഹത്തിന്റെ പുറത്ത് അദ്ദേഹം ഒരു മാനസിക രോഗിയായി തീർന്നു. മകൻ എവിടെ പോയെന്ന് അറിയത്തില്ല. താൻ ദിനം പ്രതി മാനസിക രോഗിയായി തീർന്നു. ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. വലിയ ദുഃഖം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. പിതാവിനെ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിനായി കൊണ്ടുപോയി. ഏറെ നാൾ താൻ അവിടെ കിടന്നു. വലിയ വേദനയോടെ, വലിയ പ്രയാസത്തോടെ താൻ ജീവിതത്തിലേക്ക് പിന്നെയും മടങ്ങി വന്ന മരുന്നിന്റെയും അനേകരുടെ കൂട്ടായ്മയുടെയൊക്കെ ബലമായിട്ട് താൻ കടന്നു വന്ന് പിന്നെ തനിക്ക് ആ മകനോടുള്ള ബന്ധം, ആ സ്നേഹത്തിൽ താൻ പിന്നെയും പറഞ്ഞു നമുക്ക് അവനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആളയച്ച് തന്നെ വരുത്തിയിട്ട് താൻ പറഞ്ഞു ഇനി ഞാൻ കുഴപ്പത്തിനൊന്നും പോകത്തില്ല, ഞാൻ നല്ല മകനായി ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. പിന്നെയും പിതാവ് അല്പസ്വല്പം സ്വർണമെല്ലാം തനിക്ക് കൊടുത്ത് പണിക്കായി തന്നെ ഏൽപ്പിച്ചു. വലിയ തുക, എന്റെ ഇന്നത്തെ കാലത്ത് ഒരു 10 പവൻ സ്വർണം വാങ്ങിക്കാവുന്ന ഒരു തുക ചെലവഴിച്ചാണ് ജ്യേഷ്ഠൻ മടങ്ങി വന്ന സമയത്ത് വീട്ടിലൊരു പൂജാതി കർമ്മങ്ങൾ നടത്തിയത്. ഒരു അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിൽ ഒരു വലിയ തന്ത്രിയെ കൊണ്ടുവരികയും തന്നോടുകൂടെ ഒരു ജ്യോത്സ്യനെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഒരു വലിയ പൂജയും ഹോമങ്ങളെല്ലാം നടത്തി വലിയ ഒരു തുക ചെലവഴിച്ചു. എന്നിട്ട് ആ ജ്യോത്സ്യം പറയുന്ന അനുസരിച്ച് ചില പരിഹാരക്രിയകളൊക്കെയും നിർദ്ദേശിച്ചു. അത് അതിന് പ്രകാരം തന്നെ പിതാവ് അപ്പം തന്നെ ചെയ്ത്. കുടുംബത്തിൽ സമാധാനം വേണം, ഇവൻ അനുഗ്രഹിക്കപ്പെടണം, കുടുംബം അനുഗ്രഹിക്കപ്പെടണം, താഴെയുള്ളവർ അനുഗ്രഹിക്കപ്പെടണം, ഇളയ മക്കളുടെ വിവാഹം നടത്തണം. ഇതെല്ലാം ആയിരുന്നു പിതാവിന്റെ ആ ഒരു വലിയ ഇഷ്ടം. അതിനുവേണ്ടി പിതാവ് അത്രയും തുകയെല്ലാം ചെലവഴിച്ചു. അങ്ങനെ മുന്നോട്ട് കടന്നു. ഓരോ ദിവസവും ആദ്യമൊക്കെ വലിയ സമാധാനത്തോടെ ആയിരുന്നെങ്കിലും ജ്യേഷ്ഠന്റെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. താൻ പിന്നെയും പഴയതുപോലെ തന്നെ കൂട്ടുകെട്ടിലേക്കും, അത് തന്നെ പലവിധ പോലീസ് കേസുകൾ, അടിക്കേസുകൾ, അങ്ങനെയൊക്കെ പിതാവ് പോലീസ് സ്റ്റേഷനിലെല്ലാം കയറുവാൻ തുടങ്ങി. അങ്ങനെ ഒരു വല്ലാത്ത ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി. അപ്പോൾ എനിക്കെല്ലാം ജീവിതത്തിൽ മനസ്സിലായി ഇനി മുന്നോട്ട് ഒരു ഉയർച്ച നമുക്ക് ഉണ്ടാകത്തില്ല, ഒരു വിദ്യാഭ്യാസം ചെയ്യാൻ ഒരു മാർഗമൊന്നും ഉണ്ടാകത്തില്ല എന്ന് മനസ്സിലായി. അങ്ങനെ പിതാവിനെ സഹായിക്കണം എന്നുള്ള ചിന്തയൊക്കെ ആ ബാല്യപ്രായത്തിൽ തന്നെ, ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എന്റെ ഉള്ളത്തിലുണ്ടായി. അങ്ങനെ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന, അങ്ങനെയൊക്കെ കഷ്ടി, അന്നൊക്കെ ആദ്യത്തെ കാലത്തൊക്കെ പഠിക്കാനൊന്നും ഒരു സാമ്പത്തികം ഒരു ബുദ്ധിമുട്ടില്ല.
10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു യൂണിഫോം വാങ്ങുന്നതിനോ അതുപോലെ ഒരു 10 രൂപയുടെ നോട്ട് ബുക്ക് വാങ്ങുന്നതിനോ പോലും വലിയ വിഷമം പ്രയാസം അനുഭവിച്ച അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ആ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന സമയത്താണ് വലിയ ദുരന്തമെന്ന വണ്ണം ജ്യേഷ്ഠന്റെ ജീവിതത്തിലെ ആ ഒരു കേസ് ഉണ്ടാകുന്നത്. ജ്യേഷ്ഠൻ തന്റെ സുഹൃത്തുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ മദ്യപിച്ചുണ്ടായ ഒരു കലഹത്തിൽ തന്റെ സുഹൃത്ത് വധിക്കപ്പെടുകയും അങ്ങനെ കുടുംബമാകെ തകരുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. അതുവരെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു വലിയ ബന്ധുജനവും വലിയ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളും എല്ലാം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ഞങ്ങൾ ഒറ്റപ്പെട്ടു. എല്ലാവരും ചിതറിപ്പോകുന്ന പോലെ, ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ ആളുകൾ ചിതറിപ്പോകുന്ന പോലെ എല്ലാവരും ഞങ്ങളെ വിട്ട് ഓടിപ്പോയി. ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാതെയായി. ആ ഒരു യൗവനകാലത്തിൽ ദേവദാസനെ നമുക്ക് ഒരു 10ാം ക്ലാസ് അങ്ങനെയുള്ള സമയത്തിൽ നമ്മളൊരു തകർച്ചയിൽ അനുഭവപ്പെടാം. അതിൽ നിന്ന് കരകയറുവാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു കർത്താവിന്റെ ആ കർത്താവിനാലല്ലാതെ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ആ കർത്താവ് അവിടെ നിന്ന് ഞങ്ങളെ കരം പിടിച്ചുവിടെ ഇത്രത്തോളം കൊണ്ടുവന്നു. അതുപോലെ തകർന്നുപോയി. ആരും ഞങ്ങളോട് സംസാരിക്കാനില്ല. അന്ന് ആ 91 കാലഘട്ടത്തിലാണ് ഈ കേസ് നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അധികം കേസുകളൊന്നുമില്ല. അതുമല്ല, ഈ കേസ് ജ്യേഷ്ഠൻ 2-3 ദിവസം അത് മറച്ചു വെക്കാൻ ഇടയായിത്തീർന്നു. അത് കഴിഞ്ഞാണ് ഇത് പുറത്തു വന്നത്. അന്നത്തെ കാലത്ത് 1-2 വാരികകളിൽ അതിനെക്കുറിച്ച് ഫീച്ചറുകൾ 1-2 ആഴ്ച അതിൽ ഇങ്ങനെ വാരികൾ അതിന്റെ കഥയായിട്ട് വന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കൂടാത്ത ഒരു നാട്ടുകാർ പോലും ഇല്ല. അതുപോലെ അവിടുന്ന് ഭക്ഷണം കഴിക്കാത്തതായിട്ടാണ് ഈ ആളുകൾ പോലും ഞങ്ങളിത് അതിലെ വഴിയൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതൊക്കെ വായിച്ചിട്ട് പരിഹസിക്കും. എന്നിട്ട് പറയും, ഒരുത്തൻ വളർന്ന് അവൻ അങ്ങനെ ചെയ്ത്, ഇനി ഇവനൊക്കെ വളർന്നു വരുന്നുണ്ട്, ഇവനൊക്കെ ഇനി എന്ത് ഭാരമാണ് നമുക്ക് വരുത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വളരെ നിന്ദിച്ചിട്ടുണ്ട്. അവരുടെ മുമ്പിൽ നമുക്കൊന്നും മറുപടി പറയാനില്ലാതെ കരഞ്ഞുപോയ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ വധിക്കപ്പെട്ട വ്യക്തിയുടെ മാതാവിന്റെ മുമ്പിൽ ഒരു ദിവസം യാദൃശ്ചിക ചെന്ന് അവരുടെ മുമ്പിൽ ഞാൻ അകപ്പെട്ടു പോയി. അവർ എന്നെ 2 കൈയും ഉയർത്തി ശിരസിൽ വെച്ച് രാഗി കുറെ ശാപവാക്കളും ചീത്ത എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മധ്യേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഒന്നും ചെയ്യാതെ തന്നെ ഇത്രത്തോളം നിന്ദകള് പരിഹാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു. അതുപോലെ തന്നെ പിതാവ് പറഞ്ഞു, നമുക്കിനി മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല, ഇത്രത്തോളം അവന് വേണ്ടി കരുതി, ഇനി അപമാനം സഹിക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് പറഞ്ഞു, നമുക്ക് ഇന്ന് രാത്രി തന്നെ ജ്യേഷ്ഠനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന ആ രാത്രി അവര് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിതാവ് പറഞ്ഞു, നമുക്ക് ഇന്ന് രാത്രി തന്നെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കണം, ഇനി മുന്നോട്ട് എന്തിനാ ജീവിച്ചിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളന്ന് ചെറുതായിരിക്കുകൊണ്ട് ഞങ്ങൾ വളരെ നിലവിളിക്കുകയും കരയുകയും ചെയ്തു. പിതാവ് പറഞ്ഞു, എന്നാ മക്കളെ നമുക്ക് ജീവിക്കാം, അവനെ പോലെ നിങ്ങൾ ഒരിക്കലും ആയി തീരരുത്, നിങ്ങൾ നല്ല മക്കളായിട്ട് ജീവിക്കണം, അങ്ങനെ മുന്നോട്ട് ജീവിക്കാമെന്ന് പിതാവ് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ജീവിതം ആരംഭിച്ച് ജ്യേഷ്ഠൻ ജയിലിലേക്ക് പോയി. അതിനുശേഷം പിതാവ് പിന്നെയും പെട്ടെന്ന് തനിക്ക് ആ ദുഃഖം സഹിക്കാൻ പറ്റില്ല. ഇത്രയും വളർത്തിക്കൊണ്ട് അതിന് ആ ജ്യേഷ്ഠന് വേണ്ടി ചെലവഴിക്കാത്തതായിട്ട് ഒന്നുമില്ല. തന്റെ ആയുസിന്റെ നല്ലൊരു പങ്ക്, തന്റെ സമ്പത്തിന്റെ നല്ലൊരു പങ്ക് അതെല്ലാം ചെലവഴിച്ച് ആ മകന് വേണ്ടി താൻ അത്രത്തോളം അധ്വാനിച്ചിട്ടും തനിക്ക് ആ ദുഃഖം സഹിക്കാൻ വയ്യാതെ താൻ പിന്നെയും മാനസിക രോഗിയായി തീർന്നു. പിന്നെയും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അവിടെ പോയി ട്രീറ്റ്മെന്റ് ചെയ്തു. മടങ്ങി വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പിന്നെയും താൻ പറഞ്ഞു, അവനിപ്പോ ഒരു 11 മാസത്തോളം ജ്യേഷ്ഠൻ ആ റിമാൻഡ് തടവിൽ കിടന്നു, മൂവാറ്റുപുഴ സബ് ജയിലിൽ കിടന്നു. അപ്പൊ പിതാവ് വിചാരിച്ചു, അവനിപ്പോൾ ഒരു മനംമാറ്റം വന്നു, ഇത്രയും നാൾ കിടന്നതല്ലേ എന്ന് പറഞ്ഞ പിതാവ് പറഞ്ഞു, നമുക്കൊന്ന് പോയി അന്വേഷിക്കാം, അവനെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് അവൻ ഇതാണെങ്കിൽ നമുക്ക് അവനെ ജാമ്യത്തിലെടുക്കാമെന്ന് പറഞ്ഞ് പിതാവ് പോയി കണ്ടു. ജയിലിൽ കിടക്കുന്ന ജ്യേഷ്ഠൻ അപ്പോൾ അകത്ത് കിടക്കുന്ന ആൾക്ക് എപ്പോഴും പുറത്തു വരണമെന്നല്ല. അപ്പൊ ജ്യേഷ്ഠൻ പറഞ്ഞു, ഞാൻ നല്ല മകനായി ജീവിച്ചുകൊള്ളാം, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ ബാധ്യതയാണത്. എന്താന്ന് വെച്ചാൽ ഒരു വലിയ വീട്ടിലെ ഒരു മകനാണ് വധിക്കപ്പെട്ടത്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രയാസങ്ങള് ആ ദേശത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിന്റെ മധ്യേ പിതാവ് റിസ്ക് എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ എവിടെ പോകണമെങ്കിലും ഞങ്ങൾ സൂക്ഷിച്ചൊക്കെ ആളെ കൊണ്ടുപോകേണ്ടത്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും തന്റെ അവസ്ഥകൾ മാറാൻ തുടങ്ങി. തനിക്ക് മദ്യം വേണം, അതുപോലെ തനിക്ക് മറ്റ് പുകയിലോൽപ്പന്നങ്ങൾ വേണമെന്നെല്ലാം പറഞ്ഞ് പിതാവിനെ ഭീഷണിപ്പെടുത്തുവാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ ഇനിയും ഇറങ്ങി നടക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിതാവ് ജാമ്യത്തിലെടുത്തുകൊണ്ട് നാം ഭയം മൂലം പിന്നെ ഇതൊക്കെ നിർബന്ധമായി തനിക്ക് നൽകി കൊടുക്കുവാൻ ഇടയായി തീർന്നു. പിന്നെയും താൻ ജീവിതത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേസ് വിധിയായി. കേസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നു. ആ സമയത്ത് പിന്നെയും പിതാവിനൊരു ആഗ്രഹമുണ്ട്, ഇളയ മകളെ കൂടി വിവാഹം കഴിച്ചയക്കണം, അത് എനിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള ചിന്തയിൽ പറഞ്ഞു. തനിക്ക് പൈൽസിന്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഓപ്പറേഷനായി കടന്നുപോയി. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ദേവദാസനെ തലേ ദിവസം പെട്ടെന്നുള്ള ഒരു പ്രയാസത്തിൽ അറ്റാക്ക് വന്ന് മരണപ്പെടുവാൻ ഇടയായി തീർന്നു.
അങ്ങനെ ജീവിതം പിന്നെയും ദുസ്സഹമായി തീർന്നു. ഈ ജ്യേഷ്ഠൻ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആരും ഇവരെ നിയന്ത്രിക്കാനില്ല എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് വന്നു. വലിയ പ്രതിസന്ധികളാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ കാണിച്ചു കൂട്ടം, തികച്ചും ഭ്രാന്തമായ ഒരു അവസ്ഥയിലൂടെയാണ് പെരുമാറുന്നത്. ഞങ്ങളെ തല്ലുക, ഉപദ്രവിക്കുക, സാധനങ്ങൾ തകർക്കുക, അങ്ങനെയുള്ള അനുഭവത്തിൽ. അങ്ങനെ ഒരു ദിവസം ഇരിക്കുകയാണ്, ഞാൻ വളരെ കഷ്ടപ്പെട്ട ആളെ കീഴ്പ്പെടുത്തി. ഞാൻ എന്നൊരു ചെറുതാണ്, ഞാൻ കീഴ്പ്പെടുത്തി തന്റെ ശരീരത്തിൽ കയറിയിരുന്ന് താൻ ഉറങ്ങുന്നത് വരെ തന്റെ ശരീരത്തിൽ കയറിയിരുന്ന് തന്നെ കീഴ്പ്പെടുത്തി തന്റെ മുകളിൽ കയറി ഇരിക്കുവാൻ ഇടയായിരുന്നു. അതിനുശേഷം ഞാൻ എന്റെ നേരെ മൂത്ത സഹോദരനോട് ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങ് തീർത്ത് കളഞ്ഞേക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചത്. അതുപോലെ ഞങ്ങൾ കഷ്ടം സഹിച്ചു. അപ്പൊ അവൻ ഭയപ്പെട്ടിട്ട് പറഞ്ഞു, വേണ്ട, അങ്ങനെയൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്ന് അതിൽ നിന്നും ദൈവം എന്നെ വിടുവിക്കാൻ ഇടയായി തീർന്നു. അതിനുശേഷം 93-ൽ താൻ ജയിലിലേക്ക് കടന്നുപോയി. തന്നെ ജീവപര്യന്തം ശിക്ഷിച്ച് ജയിലിലേക്ക് കടന്നുപോയി. അവിടെ പോയി താൻ കടന്നുപോയി കഴിയുമ്പോൾ ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾക്ക് മറ്റ് മാർഗങ്ങളോ വഴികളോ ഒന്നുമില്ലാത്ത ഒരു അനുഭവത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ തൊഴിൽ തേടി, ഭവനത്തിന്റെ അവസ്ഥകൾ മാറിയതുകൊണ്ട് തൊഴിൽ തേടി ഞാനും പൈതൽ പ്രായത്തിൽ തന്നെ ജോലിക്കായി കടന്നു പോകാൻ ഇടയായി തീർന്നു. കർത്താവ് വലിയ പ്രയാസത്തോടെ നമ്മുടെ ഒരു ബന്ധുവിന്റെ ഭവനത്തിൽ ചെന്നു. അവിടെ ചെന്ന് ജോലിക്കായി കടന്നു പോയപ്പോഴും ഇവര് തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കാരണം വലിയ ഒരു നിന്ദയോടെയാണ് നമ്മളെ കരുതിയിരുന്നത്. അങ്ങനെ ആ പ്രയാസത്തിലെല്ലാം അനുഭവിച്ച് ബുദ്ധിമുട്ടിലൂടെ ഞങ്ങൾ കടന്നുപോയ സമയം വളരെ കഷ്ടമനുഭവിച്ച് അവിടെ ജോലി പഠിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ 3-4 തൊഴിലാളികൾ അന്നുണ്ട്. അവരാരും എന്നോട് സംസാരിക്കത്തില്ല. ഒരു കള്ളന്റെ അല്ലെങ്കിൽ ഒരു കൊലപാതകിയുടെ അനിയൻ എന്നുള്ള രീതിയിൽ അവർ എന്നോട് പെരുമാറുവാനിടയായി തീർന്നു. എന്റെ ജീവിതത്തിൽ അവരെന്നോട് സംസാരിക്കത്തില്ല. അത് മാത്രമല്ല, ഇവർ ഈ സ്വർണം അടിച്ചു വരുത്തുന്ന, അടകല്ലിൽ വെച്ച് അടിച്ചു വരുത്തുന്ന സമയം, അതുപോലെ ഇത് മുറിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോ തെറിച്ചൊക്കെ പോവാം. അങ്ങനെ തെറിച്ചു പോയാലും അത് എടുത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്റെ മേലായി തീർന്നു. എന്തെന്ന് വെച്ചാൽ, ഞാനൊരു ഇങ്ങനെ ഒരു ആളിന്റെ അനിയനായതുകൊണ്ട് അത് അവര് പറയും ഞാൻ തന്നെ എടുത്ത, അവരെ അങ്ങനെയല്ല അവരുടെ ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വളരെ നിന്ദിക്കാനിടയായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് അവിടെ നിന്ന് എല്ലാം കാണാതെ പോകുന്നതൊക്കെ എടുത്തു കൊടുക്കുകയും വളരെ ശ്രമകരമായി ആ ജോലി പഠിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ജോലി ചെയ്ത് പഠിച്ചെടുത്തു കഴിഞ്ഞ സമയത്ത് എനിക്കും അതിന്റെ സാമ്പത്തികമായ ഉയർച്ചയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ഞാനും ഇതുപോലെ മദ്യത്തിനും പുകവലിക്കുമെല്ലാം അടിമപ്പെടുവാനിടയായി തീർന്നു. മദ്യത്തിനും പുകവലിക്കെല്ലാം അടിമപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ എന്റെ ജീവിതം ദുസ്സഹമായി തീർന്നു. വലിയ പ്രതീക്ഷയോടെയാണ് കുടുംബം നന്നായി പുലർത്തണം, ചേട്ടനെ പോലെയൊന്നും ഒരിക്കലും ആകരുത്, നീതിയോടെ ജീവിക്കണം എന്നെല്ലാം ആഗ്രഹിച്ചെങ്കിൽ ഈ സമൂഹം നമ്മളെ അടിമപ്പെടുത്തി. അവർ എന്തെല്ലാം നമ്മൾ നന്നായിട്ട് ജീവിക്കാമെന്ന് തീരുമാനിച്ചാലും ആ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ഇവരൊന്നും ഒരിക്കലും ഉയർച്ച പ്രാപിക്കത്തില്ല, ഇവരൊക്കെ കൊള്ളരുതാത്തവരാണ്, ഇവരൊക്കെ അതുപോലെ തന്നെ എന്നെങ്കിലും വിധത്തിൽ അവന്റെ കുടുംബത്തിന് മുഴുവൻ വന്ന ഒരു പേരുദോഷമാണല്ലോ. അപ്പം ഒരാളെ കാണുന്ന പോലെ അതേ കണ്ണോടുകൂടിയാണ് എല്ലാവരും നമ്മളെ കാണുന്നത്. പിന്നെ നമ്മളെ മുതലെടുക്കാൻ വരുന്ന ആളുകളുണ്ട്. കാരണം നമ്മളങ്ങനെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ചേട്ടനും അതല്ലേ പറ്റിയത്, ഒരിക്കലൊരു തെറ്റ് അറിയാതെ സംഭവിച്ചു, പിന്നെ ആളുകൾ മുതലെടുക്കാൻ തുടങ്ങി. അത് ജ്യേഷ്ഠന്റെ ജീവിതം, ജ്യേഷ്ഠന്റെ നേരെ അനിയന്റെ ജീവിതത്തിൽ അത് ഒരു കാരണമായിട്ട് വന്നു. തനിക്ക് മനസ്സിലായി ഇനിയിപ്പോ ആരും ചോദിക്കാനും പറയാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഇത് ഒരു വിഷയം ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിൽ ആ ഇളയ സഹോദരന് അതുപോലെ മദ്യത്തിന് അടിമപ്പെട്ട് അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കും. തനിക്ക് പേടിയില്ല. എന്താന്ന് വെച്ചാൽ ഈ ആളുടെ അനിയനായതുകൊണ്ട് ആരും വന്നിട്ട് മുട്ടത്തില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ അങ്ങനെ ആ ആള് അങ്ങനെ ഒരു വഴിയിലൂടെ കടന്നു പോകാനിടയായി തീർന്നു. ഞാനും എനിക്കൊന്നും ഒരിക്കലും ആഗ്രഹം ഉണ്ടായില്ല വർഷം. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഏറ്റവും നന്നായി നല്ല വിശ്വസ്തനായി ജീവിക്കണം എന്നുള്ള ആഗ്രഹിച്ചു. എന്നാൽ ഈ ആളുകളുടെ പെരുമാറ്റം, അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്ക് ഈ സമൂഹം നമ്മളെ ഒരു വഴിയിലും നടത്തും, അപ്പൊ ഒരു ഉയർച്ചയും ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ നമ്മളും മദ്യത്തിനും ഇതിനെല്ലാം അടിമപ്പെട്ട് അങ്ങനെ ജീവിച്ചു പോകാം. പക്ഷെ ഈ ജീവിതത്തിനകത്ത് വലിയ ശൂന്യത, രാത്രി കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഈ അധ്വാനിക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്, പൈസ ഉണ്ടാകും, പക്ഷെ എന്തോ ഒരു ശൂന്യത എന്നെങ്കിലും ഭരിച്ചുകൊണ്ടിരുന്നു. അതെന്താണ്, അതെങ്ങനെ മാറുമെന്നൊന്നും അന്ന് അറിയത്തില്ല. അങ്ങനെ ഏറെക്കാലം മുന്നോട് ജ്യേഷ്ഠൻ ജയിലിൽ കടന്നുപോയി, അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു. ഒരു സുവിശേഷങ്ങൾ മാനസാന്തരപ്പെട്ട് അവിടുന്ന് കത്തൊക്കെ എഴുതുവാൻ തുടങ്ങി. എനിക്ക് കത്തെഴുതിയിട്ട് പറഞ്ഞു, മോനെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ, ഒരു ദൈവമുണ്ട്, യേശുവാണ് ദൈവമെന്ന്. അപ്പോൾ എനിക്ക് ചിരി വന്നു. നമുക്ക് ഇത്രത്തോളം കാര്യങ്ങളുണ്ട്, പക്ഷെ ഒരു ദൈവം ഉള്ളതെന്ന് എന്റെ ഉള്ളത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു ദേവദാസനെ. ഒരു ദൈവമുള്ളൂ. ഞാനിങ്ങനെ ദൈവങ്ങൾ എന്ന് പറയത്തില്ലല്ലോ, അപ്പോൾ ഒരു ദൈവം എന്നല്ല എപ്പോഴും പറയുന്നത്, ഒരു ദൈവമുള്ളതെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ ചെയ്താലും ഞാൻ മോളിട്ട് നോക്കി പണ്ടേ പ്രാർത്ഥിക്കും,
ദൈവമേ എന്നെ വിടുവിക്കണമേ, എന്നോട് കരുണ തോന്നണമേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ ജ്യേഷ്ഠൻ അത് അങ്ങനെ എഴുത്തൊക്കെ എഴുതിയപ്പോ ഞാൻ അതിനൊന്നും മറുപടി കൊടുക്കാൻ പോയില്ല. ദൈവകൃപയാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തനിക്ക് പരോള് ലഭിക്കുവാൻ ഇടയായിരുന്നു. പരോള് ലഭിച്ച് താൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, തന്റെ കൂട്ടത്തിലുള്ള അവിടെ ജയിലിൽ കിടന്ന കുറച്ച് സഹോദരന്മാരൊക്കെ വന്ന് അവര് വന്നിട്ട് എന്നോട് ഈ സുവിശേഷം എല്ലാം പറഞ്ഞു. അപ്പൊ ഞാനത് ചെവി കൊടുക്കാനേ പോയില്ല. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം തകർച്ച ഇതൊക്കെ വന്നിട്ട് പോയിട്ട് ആളിപ്പോ ഇതായിട്ട് വന്നിട്ട് നമ്മളോട് ഇത് പറഞ്ഞ് ഇത് ചെയ്യാന്ന് പറഞ്ഞ ആ ഒരു മനോഭാവത്തിലാണ് ഞാനത് എടുത്തത്. പക്ഷെ ജ്യേഷ്ഠൻ ജയിലിൽ പോയി കഴിഞ്ഞ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചിരുന്നു. ഞാൻ ഈ ജോലിക്ക് പോയ സ്ഥലത്ത് വെച്ച് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ റിവൈസ് ചെയ്ത് ചിന്തിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ കടന്നു വരുവാൻ കാരണം. അങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഒരു കാര്യത്തെ തന്നെ പിന്തുടർന്ന് അതിനെ തന്നെ പിന്തുടർന്ന് അതിലേക്ക് പോയി വീണതാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ മനുഷ്യനോട് അന്നേ എനിക്ക് ക്ഷമിക്കുവാൻ എന്റെ ഉള്ളത്തിൽ ദൈവം അന്ന് കൃപ നൽകിയിരുന്നു. ആള് വന്ന് പരോളിലൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലായിടത്തും കൊണ്ടുപോകുന്നത് എല്ലാം ഞാൻ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന വാക്കുകളോട് യോജിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്റെ കൂടെ വരുന്ന ഓരോരുത്തരും എന്നോട് ഈ കർത്താവായ യേശുവിനെ കുറിച്ച് പറയുമെങ്കിൽ ഞാനത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാൽ അതുപോലെ ജീവിച്ച ആളുകൾ. അപ്പൊ ഇവരെ പറയുമ്പോ ഇവര് അദ്ദേഹത്തിന്റെ കൂടെ കിടന്നല്ല, അവരുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്റെ സമയം നല്ല സമയമാണ്, ഞാൻ അതില് നല്ല ആനന്ദിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, സമയമാകുമ്പോൾ ഞാൻ പറയാം, അപ്പൊ ഉപദേശിച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നാലും ഞാൻ തന്റെ എല്ലാ കാര്യത്തിലും സഹായിക്കും. തന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയാക്കും കൊണ്ടുവരും. അത് തനിക്കൊരു പ്രശ്നം ഉണ്ടാകരുത്, തിരിച്ച് സുരക്ഷയോടെ പരോള് കഴിഞ്ഞ് മടങ്ങി പോകണമെന്നല്ല ചിന്ത എന്റെ ഉള്ളതിലുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ സഹായിക്കും. അങ്ങനെ മുന്നോട്ട് പോയി. ഇളയ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടു. അപ്പൊ ഞാൻ ഈ മരണപ്പെടുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഭീതി എന്നെ പിന്തുടർന്നു പാസ്റ്റർ. ഒരു വലിയ ഭീതി എന്ന് വെച്ചാൽ എന്തോ സംഭവിക്കാൻ പോണു എന്റെ ജീവിതത്തിൽ. അപ്പൊ എനിക്ക് നല്ല സാമ്പത്തികമായിട്ട് നല്ല ഇതുണ്ട്, പൈസയുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്റെ ഉള്ളത്തിൽ ഒരു ഭീതിയാണ്, എന്തോ സംഭവിക്കാൻ പോണു. അതെന്താണെന്ന് എനിക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ ഇതിനെന്താണ് ഒരു പ്രതിവിധി എന്ന് അവൻ പറഞ്ഞു. നമുക്കിവിടെ അടുത്ത് അമ്പലമുണ്ട്, നമുക്കവിടെ ആ ക്ഷേത്രത്തിൽ പോയി നമുക്ക് ചില നേർച്ച കാഴ്ചകൾ കഴിക്കാം, വഴിപാടുകൾ കഴിക്കാം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് പ്രകാരം ഞാൻ പണ്ടേ അമ്പലത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഒന്നാമത് ഞാനൊരു മെല്ലിച്ചിട്ട് വ്യക്തിയാണ്. അവിടെ പോകുമ്പോഴത്തേക്കും ഈ നമ്മള് വസ്ത്രം മേൽവസ്ത്രം അഴിച്ചിട്ടേ കടന്നു പോകണം. അപ്പൊ ദേവനെ ദേവിക്ക് നമ്മളെ കാണണമെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ള ആളുകൾ കൂടി നമ്മളെ കാണുന്നത് എന്തിനെന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞാൻ അതിനൊന്നും പോകത്തില്ലായിരുന്നു. പിന്നെ ഇവൻ പറഞ്ഞ നിർബന്ധപ്രകാരം ഇങ്ങനെ ഒരു കാര്യത്തിന് എനിക്ക് പരിഹാരം വന്നേ മതിയാകത്തുള്ളൂ എന്നൊരു തീരുമാനപ്രകാരം ഞാൻ അവിടെ കടന്നുപോയി. ഞാൻ പോയി അവിടെ പോയി അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ അവിടെ നിൽക്കും, എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ, എന്തെങ്കിലും ഒരു പ്രകാശം എന്നിലേക്ക് അടിക്കുന്നുണ്ടോ എന്നല്ല. നമ്മുടെ ചിന്ത അങ്ങനെയാണല്ലോ, നമ്മൾ കണ്ടേക്കണത് നമ്മൾ കേട്ടേക്കണൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ നോക്കി, ഒന്നും ഉണ്ടായില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ മരണവാർത്ത അറിയുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്തേക്ക് സ്ഥലത്തേക്ക് ഒരു ഫോൺ കോൾ വന്നു, ഇങ്ങനെ നിന്റെ ഇളയ സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ നിരാശ അല്ലെങ്കിൽ വേറെ ഇതൊന്നും തോന്നിയില്ല. എന്താന്ന് വെച്ചാൽ ഇതായിരുന്നു എന്നെ ഭാരപ്പെടുത്തിയത്. അതിന് ഉത്തരം കിട്ടി എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്ക് അപ്പോൾ തോന്നിയുള്ളൂ. പിന്നെ അതിനുശേഷം അവിടെ പോയി കടന്നു വന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു, ഇങ്ങനെ ഒരു സത്യം എന്ന് പറയുന്ന ദൈവം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങൾക്ക് തീരുമാനം വരുത്തുന്ന അല്ലെങ്കിൽ പരിഹാരം വരുത്തുന്ന ഒരു ദൈവമൊന്നുമില്ലെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ മുന്നോട്ട് കടന്നുപോയി. എന്റെ ഉള്ളത്തിലെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടാകണം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, നമ്മളെ നീതിയോടെ നടത്തുന്ന ഒരു ദൈവം ഉണ്ടാകണമെന്ന ഒരു ചിന്തയായിരുന്നു എന്റെ ഉള്ളത്തിലുണ്ടായിരുന്നത്. അതിൻ പ്രകാരമാണ് ഞാൻ. അപ്പോൾ എനിക്കിത് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഒന്നില്ല എന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ കുറെ ദിവസം കൂടി ഞങ്ങളുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ ഒരു ദിവസം പരോളിൽ വന്ന ജ്യേഷ്ഠൻ എറണാകുളത്ത് ഒരു സഭയിൽ പോയി കൂട്ടായ്മ ആചരിക്കുകയും അവിടുന്ന് തന്റെ കൂടെ 2-3 സഹോദരന്മാർ ഭവനത്തിൽ വരികയും ചെയ്തു. അപ്പൊ അവര് വന്നപ്പോഴേ ഞാനന്ന് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അവര് വന്ന് പരിചയപ്പെട്ടു. അപ്പൊ 2 പേര് ഒരു എഞ്ചിനീയർമാരാണ്, ഒരാൾ ഒരു ഡോക്ടർ, ഒരാൾ ഒരു കമ്പനിയുടെ മാനേജർ. അപ്പൊ അവരിങ്ങനെ ഇരുന്നിട്ട് എന്നോട് പരിചയപ്പെടുകയും ഓരോ കാര്യങ്ങൾ പറയും, അവര് യേശുവിനെ കുറിച്ച് പറയുകയും ചെയ്തപ്പോൾ ഞാൻ എന്നാണ് യേശുവിനെ കുറിച്ച് അവർ പറഞ്ഞത് ശ്രദ്ധിച്ചു. എനിക്ക് അത്ഭുതമായി പോയി. എന്തെന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ ജയിലിൽ കിടന്ന് ഇത്രത്തോളം തിന്മകൾ ചെയ്ത് ജയിലിൽ കിടന്ന് പോയിട്ട് മടങ്ങി വന്ന ഒരാൾക്ക് ഇത്രത്തോളം നല്ല സുഹൃത്തുക്കളെ ലഭിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അന്ന് അവരിത് പറഞ്ഞപ്പോഴത്തേക്കാണ് ആദ്യമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുവാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ അവരെന്നെ യേശുവിനെ കുറിച്ച് പറഞ്ഞു, നിത്യതയെ കുറിച്ച് പറഞ്ഞു, രക്ഷയെ കുറിച്ച് പറഞ്ഞു, എനിക്കൊരു ബൈബിള് തന്നിട്ട് പോയി.
അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നിത്യത എന്ന് പറയുന്നത് എനിക്ക് വലിയ ഒരു സന്തോഷകരമായിട്ട് കാര്യം. ഞാനത് പണ്ട് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ എനിക്കറിയാം ഓരോ നമ്മുടെ ഓരോ മരിപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കർമ്മങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യുന്നത് വ്യർത്ഥമാണെന്ന് അന്ന് എനിക്കറിയാം. ഇതിന്റെ പിന്നിലൊന്നും ഒരു കാര്യമില്ല. പക്ഷെ ഇവർ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് എന്റെ ഹൃദയത്തിനകത്ത് ആ നിത്യതയെ കുറിച്ചുള്ള ഒരു ഉറപ്പ്, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലാകുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്തെല്ലാം ഇത്രത്തോളം ഒരു തെറ്റും ചെയ്യാതെ ജീവിതത്തിൽ പൈതൽ പ്രായം മുതൽ കുറ്റങ്ങളോ ഒന്നും ചെയ്യാതെ ജീവിച്ചു വന്നിട്ടും ഇത്ര വലിയ തകർച്ച എനിക്ക് വന്നു. ഇനിയും ചിലപ്പോൾ തകർന്നേക്കാം. എന്നാൽ അതിനുപരിയായി ഒരു നിത്യത നൽകുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ദൈവത്തെ പിന്തുടർന്നുകൂടാ എന്നൊരു ചിന്ത എന്നെ ഭരിച്ചു. അങ്ങനെ അവർ എനിക്ക് ആ ബൈബിൾ എനിക്ക് തന്നിട്ട് പോയി. ഒരു ബൈബിൾ എനിക്ക് തന്നിട്ട് പോയി. അപ്പൊ ഞാൻ അതെടുത്ത് അവര് പോയി കഴിഞ്ഞ് ഞാനത് വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വലിയ അത്ഭുതമായി തീർന്നു. വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ, ദൈവമേ, നമ്മുടെ ഹൃദയത്തിലെ ഓരോ വേദനകൾ ഭക്തന്മാർ പാട്ടായിട്ട് സങ്കീർത്തനങ്ങളൊക്കെ ആയിട്ട് എഴുതി വെച്ചേക്കണം. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ, നമ്മുടെ ഓരോ അവസ്ഥയും മനസ്സിലാകുന്ന ഒരു ദൈവമുണ്ടെന്ന് കർത്താവ് എന്നെ പഠിപ്പിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ ബൈബിൾ വായിച്ച് വലിയ സന്തോഷം എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ, സന്തോഷത്താൽ ഞാൻ നിറയപ്പെട്ടു. അതുപോലെ തന്നെ അതിൽ തന്നെ ഒരു സഹോദരൻ എന്നെ കൂടെ കൊണ്ടുപോകാനും ആരാധനയ്ക്കെല്ലാം കൊണ്ടുപോകാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ ആരാധനയ്ക്ക് കടന്നുപോയി. കുറെ നാളങ്ങനെ മുന്നോട്ട് പോയി, വചനം വായിച്ചും പ്രാർത്ഥിച്ചും. എന്നാലും കൂട്ടുകെട്ടുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നിന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. വചനം വായിക്കും പ്രാർത്ഥിക്കും വലിയ സന്തോഷം ഉള്ളിലുണ്ട്. ഈ കൂട്ടുകെട്ടുകളൊക്കെ പിരിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനൊന്നും സാധിച്ചിരുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോയി. ഈ വചനമാണെങ്കിൽ ദിനം പ്രതി വായിക്കുമ്പോൾ അത് ഇടപെടാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെ ഇത് ശൂന്യത മാറുന്നില്ല, അപ്പോഴും ശൂന്യത മാറുന്നില്ല. അപ്പോഴാണ് ഞാൻ എന്നെ കൊണ്ടുപോകുന്ന ആ ദേവദാസനോട് പറഞ്ഞു, എനിക്കൊന്ന് കാണണം, വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറയണം. നമ്മുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് നമ്മൾ കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അതിൻ പ്രകാരം കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. എന്റെ പാപങ്ങളെ മുഴുവൻ ഏറ്റുപറഞ്ഞു. അപ്പോൾ ഒരു വലിയ ദിവ്യ സമാധാനം എന്റെ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ അതുവരെ പോയിരുന്ന പാതയിൽ നിന്ന് നേരെ തിരിച്ചു വരുവാൻ, അല്ലെങ്കിൽ ഒരു സത്യത്തിന്റെ പാതയിലേക്ക് നടക്കുവാൻ അന്ന് രക്ഷിക്കപ്പെട്ട സമയത്ത് എനിക്ക് സാധിച്ചു. ആ വർഷം 2001 ജനുവരി 8 തീയതി രാത്രിയാണ് ഞാൻ കർത്താവിനെ രക്ഷകനും നാഥകനുമായിട്ട് സ്വീകരിച്ചത്. അതിനുശേഷം എന്റെ ജീവിതം വലിയ സന്തോഷത്തിലൂടെ കടന്നുപോയി. ആ സഹോദരൻ തന്നെ എന്നെ വളരെ കഷ്ടപ്പെട്ട് ആരാധനയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകാനെല്ലാം തുടങ്ങി. മീറ്റിങ്ങുകളെല്ലാം പങ്കെടുക്കുവാൻ തുടങ്ങി. 2001 ഏപ്രിൽ 14 തീയതി ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കാൻ സ്നാനപ്പെടുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി, അവസരം നൽകി. ആ സ്നാനപ്പെട്ടതിന് ശേഷം എന്റെ ജീവിതത്തിന് വലിയൊരു മാറ്റമായിരുന്നു, വലിയൊരു സന്തോഷത്തിന്റെ അനുഭവങ്ങളായിരുന്നു. എന്റെ ജീവിതം പിന്നെ ജോലിക്ക് പോകും കാര്യമെല്ലാം ഉണ്ടെങ്കിലും എന്റെ ജീവിതം ഈ ബൈബിള്, അതുപോലെ പ്രാർത്ഥന, മറ്റ് വേറെ ഒരു ചിന്തയില്ല. വചനം പഠിക്കണം, വചനം വായിക്കണം, പഠിക്കണം. അപ്പൊ ഞാൻ പോകുന്ന സമയത്ത് രാവിലെ പുലർകാലത്തൊക്കെ എഴുന്നേറ്റിട്ട് വായിച്ചിട്ട് ധ്യാനിച്ച ശേഷം കുറെ വചനങ്ങൾ എഴുതിയെടുത്ത് പോക്കറ്റ് ഇടും. പോകുന്ന സമയത്ത് അതൊക്കെ എടുത്ത് വായിക്കും. വായിച്ച ഓരോ ദിവസം ഇങ്ങനെ ഒരു 5-6 വചനങ്ങൾ ഞാൻ പഠിക്കുവാൻ തുടങ്ങി. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് ഞാൻ ബൈബിൾ കൊണ്ടുപോകും. പോകുന്ന സമയത്ത് മേശ, ഇങ്ങനെ പണിമേശയാണല്ലോ, ചെറിയ മേശ, സ്വർണ്ണപ്പണി എന്ന മേശ, അത് തുറന്നു വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ പണിക്കിരിക്കുന്നത് പോലെ ഇരുന്നിട്ട് അത് തുറന്നു വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് അത് വായിച്ച് പഠിക്കും. അവിടെ ഇരുന്ന് അപ്പോൾ ഓരോരോ കാര്യങ്ങളെ കുറിച്ച് ഓർമ്മ വരും. ഓരോ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു നിയോഗം ലഭിക്കും. അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച് വലിയ സന്തോഷത്തോടെ കർത്താവ് എന്നോട് അടുത്ത് ഇടപഴകാൻ തുടങ്ങി. ശരിക്കും ഒരാൾ എപ്പോഴും എന്നോട് കൂടെയുള്ള ഒരു അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയ കർത്താവ് ഓരോ ദിവസവും എന്നോട് സംസാരിക്കും. കർത്താവ് ഓരോ കാര്യം സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എനിക്കൊരു വിളിയുണ്ടെന്ന്, ഒരു നിയോഗമുണ്ട്. ആരും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. അന്ന് പോകുന്ന സഭയിലൊന്നും അങ്ങനത്തെ ഒരു കാര്യമില്ല. അവിടെ 3-4 ദേവദാസന്മാരുണ്ട്. അവര് വിവിധ നിലകളിൽ സംസാരിക്കും എന്നല്ലാതെ നമുക്കൊരു കാര്യം ചോദിക്കാനോ പറയാനോ. ഏറ്റവും കൂടുതൽ കാര്യം കർത്താവ് തന്നെയാണ് എന്നോട് വ്യക്തമായി സംസാരിച്ച് എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ വലിയ ഒത്തിരി വാഗ്ദത്തങ്ങളെല്ലാം ദൈവം എനിക്ക് നൽകുവാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയി. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ വായിച്ചപ്പോൾ യേശയ്യാപ്രവാചകന്റെ പുസ്തകം 61-1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, അത് വളരെ ശക്തമായിട്ട് എന്നോട് ഇടപെടുവാൻ ഇടയായി തീർന്നു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഒരു കഴിവും ഒരു കൃപയില്ലാത്ത എനിക്ക് ദൈവം എന്നെ അഭിഷേകം ചെയ്ത് വേലയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ ദൈവം എന്നെ നടത്തി. ഞാൻ ഒത്തിരി കരഞ്ഞ സന്തോഷത്താൽ. പക്ഷെ അന്നൊന്നും ഇതൊന്നും പറഞ്ഞ, അല്ലെങ്കിൽ ഇത് നമ്മൾക്കൊന്ന് പൊരുൾ തിരിച്ചു തന്ന അതെങ്ങനെ ചെയ്യണം, എന്താ ബൈബിൾ കോളേജിൽ പഠിക്കാനോ അങ്ങനെ ബൈബിൾ കോളേജ് ഉണ്ടെന്ന മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ നമുക്കൊരു വാഗ്ദത്തം ലഭിക്കുമ്പോൾ അതിന് മറുവശത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. സാത്താൻ നമ്മുടെ
അവൻ ശരിക്കും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രയോജനം അല്ലെങ്കിൽ കർത്താവിനോട് അടുത്തിരിക്കുമെന്ന് തോന്നുമ്പോൾ അവന്റെ പണി ആരംഭിക്കും. അവൻ നമ്മൾ ഏത് നിലയിലും നമ്മളെ തകർത്ത് കളയാനിടയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ അറിവില്ലാത്തവരായി പോകരുത്. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദാനിയേല് ആ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 70 വർഷക്കാലത്തെ താൻ അത് വായിച്ച് ഗ്രഹിച്ചറിഞ്ഞപ്പോൾ താൻ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾക്കൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കണം. ഒരു വാഗ്ദത്തം നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് അന്ന് അല്ലെങ്കിൽ അതിന്റെ തുടർമാനമായ ദിവസങ്ങളിൽ നമ്മളൊരു തകർച്ചയിലൂടെ കടന്നു പോകണം. അത് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വാഗ്ദത്തം ലഭിച്ച് നമ്മൾ ആ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അത് വേരോടെ പറിച്ചു കളയാൻ വേണ്ടി പിശാച് വാദിച്ചുകൊണ്ടിരിക്കാം, അവനത് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ വാഗ്ദത്തം ചെയ്ത് നമ്മൾ അലസരായി തീരരുത്. നമ്മൾ പ്രാർത്ഥനയോടെ അതിനെ ജയിക്കുവാനുള്ള ഒരു നിയോഗം പ്രാപിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ബോധിപ്പിക്കുകയാണ്. എന്റെ ജീവിതത്തിന്റെ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. കർത്താവ് അങ്ങനെ ഞാൻ ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി വലിയ വാഗ്ദത്തം പ്രാപിച്ചു. അപ്പൊ സ്വർണ്ണപ്പണി അന്ന് ഈ വചനം വായിച്ചു അനുസരിച്ച് ഈ പണിയും ഈ വചനവുമായിട്ട് ഒത്തുപോകലെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചില കള്ളങ്ങൾ ചെയ്യുവാൻ നിർബന്ധിതരായി തീരും. അത് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് വിരോധമാക്കിയാൽ ഞാനത് ഉപേക്ഷിച്ചു. ആ പണി ഉപേക്ഷിച്ചിട്ട് അന്ന് ഡ്രൈവിംഗ് പഠിച്ചിരുന്നതുകൊണ്ട് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. അവിടെ കമ്പനിയിൽ ജോലിക്ക് കയറി വലിയ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി. അവിടെ വലിയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ. എന്നാലും ഞാൻ ഈ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ കഷ്ടപ്പാടുകളുടെ മധ്യേ എനിക്കൊരു പ്രയാസമായിട്ട് തോന്നിയില്ല. അപ്പൊ അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ എന്നോട് ചോദിക്കും, നിനക്ക് ഈ തുച്ഛമായ ശമ്പളം, വേറെ ഒന്നും വരുമാനമൊന്നുമില്ല, നിനക്ക് എപ്പോഴും ഈ സന്തോഷം, നിന്റെ മുഖം എപ്പോഴും തെളിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ മാനേജർമാരും അതുപോലെ ഞങ്ങൾ ഇൻസെന്റീവ് ഉണ്ട്, മറ്റു വരുമാനങ്ങളെല്ലാം ഉണ്ട്, ഞങ്ങൾക്കില്ലാത്ത ഒരു സന്തോഷം നിന്നിൽ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ് അത് ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നതിന്റെ ഒരു ഇതാണ്, അതാണ് എന്നെ ഭരിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനിടയായി തീർന്നപ്പോൾ അവർ എന്നെ അവിടുത്തെ കമ്പനിയുടെ ഡയറക്ടറെ ഡ്രൈവറായിട്ട് എന്നെ നിയമിക്കാനിടയായി തീർന്നു. അവിടെ ആ ഡ്രൈവറായിട്ട് നിയമിച്ച സമയത്ത് അത് വലിയ ശരിക്കും പറഞ്ഞാൽ ഭൗതികമായിട്ടൊരു ഉയർച്ചയായിരുന്നെങ്കിൽ ആത്മീയ ജീവിതത്തിന്റെ തകർച്ചയുടെ ഒരു തുടക്കമായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു നോ പറയാൻ പറ്റാത്ത, ഞായറാഴ്ച ജോലിക്ക് വരണം എന്ന് പറയും, അപ്പോൾ അങ്ങനെ അതിന് പോകണം. മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഷോറൂമിൽ നിന്ന് മറ്റൊരു ഷോറൂമിലേക്ക് വാഹനം ഡെലിവറി കൊടുക്കാൻ പോകുക, അതുപോലെ കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കാൻ പോകുക, അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. അപ്പൊ എപ്പോഴും ഞാൻ വാഹനത്തിൽ തനിച്ചായിരിക്കും വാഹനം ഓടിക്കുക. അപ്പൊ എനിക്ക് ഇഷ്ടം പോലെ സമയം ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വചനം വായിക്കുവാനൊക്കെ എനിക്ക് ഒത്തിരി സമയമുണ്ടായിരുന്നു. ഞാനിവിടെ നിന്ന് തിരുവനന്തപുരത്തൊക്കെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എത്തണത് അറിയത്തില്ല. അതുപോലെ ഞാൻ ഇവിടെ ഡ്രൈവിംഗ് സീറ്റിൽ എന്റെ ഇപ്പുറത്ത് എന്റെ കർത്താവ് ഉള്ളതുപോലെ ഞങ്ങളിങ്ങനെ സംസാരിച്ച്, ഒരാളോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് ഞാനിങ്ങനെ പോകുമായിരുന്നു. അപ്പോ വലിയൊരു സന്തോഷം. ഓരോ ദിവസങ്ങളും വാഹനം ഓടിക്കുന്ന മണിക്കൂറുകളോളം കരഞ്ഞിട്ടൊക്കെ വാഹനം ഓടിച്ചിട്ടുണ്ട്. പക്ഷെ യാതൊരു ആപത്താനത്തില്ലാതെ ആ ചെന്നെത്തേണ്ട സ്ഥലത്ത് ചെന്നെത്തുമ്പോൾ അത്ഭുതപ്പെട്ടു, ഇവിടെ എത്തിയോ എന്നൊക്കെ ചിന്തിക്കും. അതുപോലെ ദൈവം നടത്തി. എന്നാൽ ഇങ്ങനെ പോയി അദ്ദേഹത്തിന്റെ കൂടെ ജോലിക്ക് കടന്നു പോയപ്പോഴത്തേക്കും പിന്നെ ആരാധനയ്ക്ക് പോകുന്ന വഴിയാതെ വചനം വായന അങ്ങനെ പതുക്കെ നിലയ്ക്കുവാൻ തുടങ്ങി. അതുപോലെ വീട്ടിലെ ഓരോ പ്രതിസന്ധികള്, സാമ്പത്തികമായ ക്ലേശങ്ങൾ വന്നു. വീട്ടില് ഇളയ സഹോദരനും പ്രതിസന്ധികൾ ഉണ്ടാക്കി. വീട് ഒരു ലോൺ എടുത്ത് അത് ജപ്തിയിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു, തറവാട്. അങ്ങനെ ആ വീട് അവിടെ നിന്ന് വിറ്റ് പിന്നെ തുച്ഛമായൊരു പൈസയാണ് ബാക്കിയുണ്ടായിരുന്നത്. അതുകൊണ്ട് അടുത്തൊരു സ്ഥലത്ത് ഭവനം വാങ്ങിയത്. അവര് ഒത്തിരി ഉള്ളേരിയ, ബസ് റൂട്ട് അങ്ങനെ ഒരു സാഹചര്യമൊന്നുമില്ല, ഒത്തിരി നടക്കണം, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്. അങ്ങനെ അവിടെ കടന്നു പോയപ്പോഴത്തേക്കും ഈ ജോലിയുടെ പ്രയാസങ്ങള്, അതുപോലെ സഭയ്ക്കകത്തുള്ള ചില ഭിന്നിപ്പുകള്, നമ്മള് വചനം വായിച്ച് ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ സഭ അല്ലെങ്കിൽ അതുപോലെ അഭിഷിക്തന്മാര് വിശുദ്ധന്മാരെന്നൊക്കെ വിചാരിച്ചു പോയി. ആ സഭയ്ക്കകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അത് എനിക്ക് വലിയ ഭാരമായി തീർന്നു. ഈ സമയത്ത് തക്ക സമയത്ത് പിശാച് പറഞ്ഞു എല്ലായിടത്തും ഇത് തന്നെയാന്നൊക്കെ ഇങ്ങനെ ഒരു പിശാച് കാതിൽ മന്ത്രിച്ചു. ഞാനതിൽ വീണുപോയി. വേറെ നമ്മൾ ഉപദേശിക്കാനോ അല്ലെങ്കിൽ ഒരു നേരെ നടത്തുവാനോ ആരും ഉണ്ടായില്ല. സഭയിലെ ആരും അന്വേഷിക്കാനൊന്നും വന്നില്ല. അങ്ങനെ കാലക്രമേണ ഞാൻ വിശ്വാസത്തിൽ നിന്ന് പതുക്കെ പിന്മാറി പോകുവാനിടയായി തീർന്നു. ഏകദേശം ഒരു 5 വർഷത്തോളം ഞാൻ പിന്മാറ്റത്തിൽ പോയി. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടത നിറഞ്ഞ ഒരു സമയമായിരുന്നു ആ പിന്മാറ്റത്തിൽ പോയത്. ഞാൻ ദൈവത്തെ മടുത്തിട്ട് പിന്മാറിപ്പോയതല്ല, മറ്റുള്ളവരെ കണ്ടിട്ട് പിന്മാറിപ്പോയതാണ്. അന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും, എന്നാൽ ഞാൻ കൂട്ടുകെട്ടിലകപ്പെട്ടു. പിന്നെയും മദ്യപാനത്തിലേക്ക് തിരിഞ്ഞു. വലിയ പ്രയാസത്തിലൂടെയല്ല എന്റെ ജീവിതം കടന്നുപോയി. ഈ പിന്മാറി നടന്ന സമയത്തും കർത്താവ് എന്നെ കരുതുന്നുണ്ടായിരുന്നു. ഒരു വലിയ ആക്സിഡന്റ്, ഞാൻ
ഓടിച്ചുകൊണ്ടിരുന്ന വാഹനം ഒരു വഴിയിൽ മറ്റൊരു വാഹനമായി കൂട്ടിയിടിച്ച് തകർന്നു പോയി. മൊത്തം തകർന്നു പോയിട്ടും കർത്താവ് അതിന്റെ അകത്തുനിന്ന് എനിക്കൊരു പോറൽ പോലും വെക്കാതെ കർത്താവ് അന്ന് എന്നെ സൂക്ഷിച്ചു. അതുപോലെ തന്നെ എനിക്കെതിരെ ഒരു കള്ളക്കേസ്, ഒരു പോലീസ് കേസ് ഉണ്ടായി, ഒരാളെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ, അതിൽ നിന്നും എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ കർത്താവിന്റെ ആ വലിയ സ്നേഹത്തെ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ ഞാനൊരു ഭ്രാന്തനെ പോലെ ആയിത്തീർന്നു. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി, ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ആത്മഹത്യ ചെയ്യാൻ എനിക്കെന്ന് ഒരു ഇതില്ല. ഇനിയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കണം, വേദനിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത കൊണ്ട് അങ്ങനെ ചെയ്തില്ല. അത് മദ്യപിച്ച് അങ്ങ് മരിച്ചേക്കാന്ന് കരുതി നല്ലൊരു മദ്യപാനിയായി തീർന്നു. ഏറെ നാൾ അങ്ങനെ പോയില്ല. വലിയ ദുഃഖവും നിരാശയും പിന്നെയും പിടിപെട്ട സമയത്ത് പിന്നെയും കർത്താവ് എന്നെ ഓർത്തു, ദൈവം എന്നെ ഓർത്തു, ദൈവം എന്നെ മടക്കി വരുത്തി. എനിക്കതിൽ പുകഴാൻ ഒന്നുമില്ല വാസ്തവേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എനിക്കതിൽ പുകഴുവാനായിട്ട് ഒന്നുമില്ല. ദൈവം അത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന പിന്നെ എനിക്ക് മനസ്സിലായത്. ഓരോ കാര്യങ്ങളും ഞാൻ ഓർക്കുവാൻ തുടങ്ങി. കർത്താവ് ഒരു ദൈവം സ്നേഹിതനെ പോലെ എന്നോട് മുഖാമുഖമായി സംസാരിച്ച പോലെയുള്ള അനുഭവങ്ങൾ, എന്നെ നടത്തിയ വിധങ്ങള്, അതെല്ലാം ഞാൻ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ രാപ്പകൽ നിലവിളിക്കാൻ തുടങ്ങി. കർത്താവ് എന്നെ പിന്നെ അത്ഭുതകരമായി വിടുവിച്ചു. വലിയ ദുഃഖം നേരിടുമ്പോൾ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ച് കരയുമായിരുന്നു, കർത്താവെ. അതുപോലെ ഞാൻ പിന്മാറ്റത്തിലായിരുന്നപ്പോഴും ഞാൻ എന്റെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ ഇതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ ഞാനൊരു പാപിയാണ് എന്ന് വിചാരിച്ച് കർത്താവെ എന്റെ കൂടെ ഈ യാത്രയിലായിരിക്കുന്ന ആർക്കും ഒരു ദോഷവും വരുത്തരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം വളരെ പ്രയാസത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചെങ്കിൽ എന്റെ കൂട്ടുകെട്ട്, എനിക്കൊരു സ്നേഹിതന് നല്ല കൂട്ടുകെട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഭയങ്കര ചേട്ടനും എന്നെ പോലെ അല്ലെങ്കിൽ അതുപോലെ ഒരു ബന്ധത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് വിടാൻ അവനോട് തുറന്നു പറയാനും എനിക്ക് മടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസേനയിൽ, കർത്താവ് എനിക്ക് മടങ്ങി വരണം, എനിക്ക് അങ്ങേക്ക് വേണ്ടി ജീവിക്കണം, അങ്ങ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഉണ്ടല്ലോ, അതിനുവേണ്ടി എനിക്ക് ഒരുങ്ങണമെന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഉറച്ച ശബ്ദത്തിൽ അവൻ എന്നോട് സംസാരിക്കുകയാണ്, നീ ഇങ്ങനെ നടന്നാ പോരാ, നീ സഭയിലേക്ക് തിരിച്ചു പോണം, നിനക്കൊരു ഭാവിയുണ്ട്, അത് നീ നശിപ്പിക്കരുതെന്ന് അവൻ കുടിച്ചുകൊണ്ടിരുന്നവൻ എന്നോട് പറയുകയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. നിശ്ചയമായിട്ടും കർത്താവ് അവനിലൂടെ സംസാരിച്ചതാണ്. നമ്മൾ ഏത് വിഷയത്തിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്നോ ആ വിഷയത്തിൽ നിന്ന് അവിടെ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ആരെ വേണമെങ്കിലും ഉപയോഗിക്കും. ആ വ്യക്തിയായിരുന്നു എനിക്ക് പിന്നെ മടങ്ങി വരുവാൻ എനിക്ക് തടസ്സമായിരുന്നു. ആ തടസ്സത്തെ അവന്റെ വായിലൂടെ തന്നെ ദൈവം സംസാരിച്ച് എന്നെ പുറത്തു കൊണ്ടു. ഞാൻ അവിടെ നിന്ന് നിലവിളിച്ച് കരഞ്ഞ് അവനോട് പറഞ്ഞ് ഞാൻ അവിടുന്ന് പുറത്തു വന്നു. പിറ്റേ ആഴ്ച മുതൽ ഞാൻ ആരാധനയ്ക്ക് കടന്നു പോകാൻ ഇടയായിത്തീർന്നു. ഞാൻ ആരാധനയ്ക്ക് കടന്നുപോയി പ്രാർത്ഥന, എന്റെ ജീവിതം പെട്ടെന്ന് കർത്താവ് ക്രമീകരിച്ചു. അത് വീട്ടിൽ വലിയ ചലനമുണ്ടാക്കി. സഹോദരിക്കൊക്കെ വലിയ അത്ഭുതമായി തീർന്നു. എന്താന്ന് വെച്ചാൽ സുബോധത്തോടെ എന്നെ കണ്ടിട്ടില്ല. രാവിലെ എന്നെ കാണാന്ന് വെച്ചാൽ രാവിലെ 5 മണിക്കൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ജോലിക്ക് പോകും. അപ്പൊ ഇവരെ എന്നെ സുബോധത്തോടെ കണ്ടിട്ടില്ല വൈകുന്നേരം വരെ. എന്നാൽ എന്റെ ജീവിതത്തിലത്തെ മാറ്റങ്ങൾ അവർക്ക് അമ്മയ്ക്കൊക്കെ അതൊരു അത്ഭുതമായി തീർന്നു. അങ്ങനെ അവരും ദൈവത്തിലേക്ക് അടുക്കുവാൻ അതൊരു മുഖാന്തരമായി തീർന്നു. അങ്ങനെ മുന്നോട്ട് പോയി. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും തകർന്ന കുടുംബത്തില് എനിക്കൊരു കുടുംബജീവിതമോ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല വാർത്ത. ഞാൻ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നെങ്കിലും എന്നോട് പലരും പറയും ഒരു വിവാഹം കഴിക്കണം, ശുശ്രൂഷകനാണെങ്കിൽ ആകണമെങ്കിൽ വിവാഹം കഴിക്കണമെന്നെല്ലാം പറയും. ഞാൻ പറയും അതൊന്നും നടക്കണ കാര്യമല്ല, എവിടെ നടക്കാനെന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ ദൈവം അത്ഭുതകരമായി ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു തന്നു. എന്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇളയ സഹോദരന്റെ ഭാര്യ സൂയിസൈഡ് ചെയ്തിരുന്നു. അതുപോലെ ഇളയ സഹോദരിയുടെ ഭർത്താവ് പുള്ളിയും സൂയിസൈഡ് ചെയ്തത്. അതുപോലെ ആത്മഹത്യയുടെ ഒരു വലിയ വ്യാപാരം ഇതിനു മുമ്പേ ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം തകർന്ന ഭവനത്തിലേക്ക് എങ്ങനെ നമ്മുടെ മാനസികമായ ചിന്തയാണ് ഒരാളെ കിട്ടുവാൻ ഇടയായിട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതല്ല. ഞാൻ തന്നെ അനേകരോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കുടുംബജീവിതമോ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി 2012 എനിക്ക് തക്കതായ ഒരു തുണയെ കർത്താവ് ഒരുക്കി തന്നു. ഞങ്ങള് വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നു. വലിയ അനുഗ്രഹത്തോടെ എന്റെ വിവാഹം നടന്നത്. ഒരിക്കലും ഞങ്ങളുടെയൊക്കെ എന്റെ ജ്യേഷ്ഠന്റെ വിവാഹമാണെങ്കിലും വലിയ ഗംഭീരമായിട്ട് കർത്താവിന്റെ കൃപയാൽ നടന്നു. അതുപോലെ തന്നെ എന്റെ വിവാഹം ദൈവം നടത്തി തന്നു. അതിനുശേഷം കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹപ്പെട്ട ഒരു കുഞ്ഞിനെ ദാനമായി നൽകി. അവന്റെ ജനനസമയത്ത് അവന്റെ ജീവിതത്തിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അവന് ഇൻഫെക്ഷൻ ബാധിച്ച് അവൻ മരിച്ചു പോകുന്നെല്ലാം ഡോക്ടർമാര് പറഞ്ഞാണ്. 3-4 ദിവസം NICയിൽ കിടന്നിട്ട് അവർ പറഞ്ഞു ഇനി ഒരു ഹോപ്പൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തി വിശ്വാസിയായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു മോനെ ഡോക്ടർമാര് പറഞ്ഞത് ശരി തന്നെയാണ്, അപ്പോൾ നീ പ്രാർത്ഥിക്ക്, ദൈവം വിടുവിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് എനിക്ക് ആദ്യമൊന്നും വലിയ വിഷമമൊന്നും തോന്നിയില്ല. എന്തെന്ന് വെച്ചാൽ എന്റെ ഭവനത്തിൽ ഒത്തിരി തകർച്ചകള് മരണങ്ങളൊക്കെ കണ്ടതുകൊണ്ട് അങ്ങനെ അത് എനിക്ക്
പെട്ടെന്ന് തോന്നിയത് അതും എനിക്ക് ലഭിക്കില്ലായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ചിന്തിക്കുവാനിടയായി തീർന്നു. എന്റെ പ്രിയപ്പെട്ടവൾ, അവൾ എത്രത്തോളം 10 മാസം ചുവന്ന് പ്രസവിച്ചതാണ്. അവൾക്ക് അത്രത്തോളം ഞാനല്ലേ ഭാവിയായിട്ടുള്ളത്. അവൾ എന്ത് തെറ്റി? ഞാൻ അവിടെ ഇരുന്ന് 5-6 മണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞു, ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ബൈബിൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വായിച്ച് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 3-ാം അധ്യായം 15-16 വാക്യങ്ങൾ ദൈവം എന്നോട് ഇടപെട്ട്. ഇവൻ ഇങ്ങനെ ആരോഗ്യം വരുവാൻ അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താലും ഇവൻ ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നുള്ള വചനം എന്നോട് ഇടപെട്ടു. ഞാൻ കർത്താവിൽ ശരണപ്പെട്ടു. എനിക്ക് മനസ്സിലായി എന്റെ കൊച്ചിനെ സൗഖ്യമാക്കിയെന്ന്. പിറ്റേ ദിവസം ഡോക്ടറുടെ അടുത്ത് ഞാൻ വലിയ സന്തോഷത്തോടെയാണ് ഞാൻ കടന്നു ചെന്ന് പറഞ്ഞു നമുക്കൊരു ടെസ്റ്റ് കൂടി നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ടെസ്റ്റ് നടത്തി. അപ്പോൾ പറഞ്ഞു വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്, 2 ദിവസത്തിനകം കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നമേ തന്നെ ഈ കുഞ്ഞിന്റെ മുഖം കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലപ്പാ, എനിക്ക് അങ്ങനെ അത്രയും അഴകും സാധ്യതയുള്ള എനിക്ക് ലഭിക്കത്തില്ല എന്നല്ല ഞാൻ എന്റെ ബുദ്ധിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷേ ആ കുഞ്ഞ് ജനിച്ച് അവൻ വളർന്നു വന്നപ്പോൾ കർത്താവ് എന്നെ കാണിച്ച അതേ മുഖം അവന് ഉണ്ട്. ദൈവം എത്ര വലിയവനാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എത്രത്തോളം തകർന്നവനാണെങ്കിലും കർത്താവ് നമ്മളെ പണിതെടുക്കുവാൻ വേണ്ടി ഓരോ കാര്യഘട്ടം ഓരോ അവസ്ഥയിലും നമ്മളോട് കൂടെ ഇരുന്ന് വിടുവിക്കും. നമ്മുടെ ഓരോ കരച്ചിലിന്റെ മധ്യം ഏതെല്ലാം വിഷയത്തിൽ തകർന്നിരുന്ന് എപ്പോൾ പ്രാർത്ഥന മുറിയിൽ കയറിയിട്ടുണ്ടോ, എപ്പോൾ വചനം തുറന്ന് വായിച്ചിട്ടുണ്ടോ, ആ സമയത്തേക്ക് ഇതുപോലെ ആശ്വസിപ്പിക്കുന്ന, നമ്മൾ ചോദിക്കുന്നതിന് അപ്പുറമല്ല, ആ ചോദിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു വലിയവനായ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുപോലെ കർത്താവ് ഓരോ കാലഘട്ടങ്ങളിലും അത്ഭുതകരമായി ദൈവം എന്നെ പരിപാലിച്ചു, എന്റെ കുടുംബത്തെ പരിപാലിച്ചു. അങ്ങനെ കുഞ്ഞിന്റെ വിടുതലൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ആവേശമായി. ഞാൻ പിന്നെയും പ്രാർത്ഥന, കർത്താവ് ഇത്രത്തോളം എന്നെ സഹായിക്കുന്നല്ലോ, പിന്നെയും ദൈവത്തിന്റെ വചനത്തിൽ പിന്നെയും ഉറ്റിരിക്കുവാൻ തുടങ്ങി. അപ്പോൾ വിവാഹത്തിന് ശേഷം എനിക്കൊരു സ്വന്തമായി ഒരു വാഹനം വാങ്ങി ഓടിക്കണമെന്നല്ല ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എത്ര പൈസ ഛർദ്ദിച്ചു വെച്ചിട്ടും എനിക്ക് അതിൽ 1 രൂപ പോലും കൂട്ടിവെക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ദൈവത്തിന്, എന്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. എനിക്കൊരു വാഹനമാണ്, ഞാൻ അതാണ് ചെയ്യണമെന്നുള്ളത് കർത്താവിന് അത് നിസ്സാരമായിട്ട് നിഷ്പ്രയാസമായിട്ട് എനിക്ക് നൽകുവാൻ കഴിയും. പക്ഷെ അത് സംഭവിക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെയും ഞാൻ ദൈവവചനത്തിലേക്ക് ശ്രദ്ധ വെച്ച് വായിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും തുടങ്ങിയപ്പോൾ കർത്താവ് പിന്നെയും പണ്ട് പറഞ്ഞ കാര്യങ്ങൾ എന്നെ ഓർമ്മിക്കാൻ തുടങ്ങി. കർത്താവിന്റെ മഹത്വമേറിയ വേലയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ. അപ്പൊ ആ സമയത്തൊക്കെയും ആരാധനയ്ക്കും കടന്നു പോകുന്ന ഓരോ സഭകളിൽ അല്ലെങ്കിൽ എവിടെ ചെന്നാലും ദേവദാസന്മാര് കടന്നു വന്നിട്ട് എത്ര വലിയ മീറ്റിംഗ് ആണെങ്കിലും ആദ്യം എന്റെ നേരെ കൈ നീട്ടിയിട്ട് പറയും, ഞാനിപ്പോ ഏറ്റവും പുറകിൽ എവിടെ പോയാലും ഇരിക്കുള്ളൂ, അവിടെ ഇരിക്കേണ്ട ആളല്ല, മുന്നിൽ വരേണ്ട ആളാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയും. അപ്പൊ എന്റെ ഉള്ളത്തിൽ ഇതറിയാം. അങ്ങനെ പല ദേവദാസന്മാരും ഇങ്ങനെ സ്ഥിരം എന്റെ അടുത്ത് തന്നെ വന്ന് ദൂത് പറയും, ആലോചന പറയും, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളവനാണ് എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ അതെല്ലാം കേട്ടിരിക്കും. പക്ഷെ കർത്താവിനോട് എനിക്ക് കൺഫർമേഷൻ ദൈവത്തിൽ നിന്ന് ലഭിക്കണം. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും കർത്താവ് ശരിക്കും പറഞ്ഞ ഒരു വക്കീല് വാദിക്കുന്നത് പോലെ പരിശുദ്ധാത്മ വാദിച്ചു, ഓരോ വചനത്തിലൂടെ വാദിച്ച് ഇങ്ങനെ വന്നു. അങ്ങനെ ഒരു ദിവസം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോശയുടെ കാര്യം ആവർത്തന പുസ്തകത്തിൽ എന്ന് പറയുന്നത്. മോശ മരിക്കുന്ന സമയത്ത് കണ്ണ് മങ്ങാതെയും ദേഹം ക്ഷയിക്കാത്തവനായും ഇരുന്നു എന്ന് ആ വചനം എന്നെ ശക്തമായിട്ട് ഇടപെട്ട്. കണ്ണ് മങ്ങാതെ ദേഹം ക്ഷയിക്കാതെ ഇരിക്കുന്ന ഒരു അനുഭവം. ആ ഒരു അനുഭവത്തിൽ നമുക്ക് കർത്താവിനെ സേവിക്കാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ സമയം എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ കണ്ണ് മങ്ങാതിരിക്കുക, ദേഹം ക്ഷയിക്കാതിരിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ കർത്താവിന് കൊടുക്കുക. അതെന്നെ ചിന്തിപ്പിച്ചു. ഞാൻ അതിനുവേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണ് മങ്ങുന്നതിന് മുമ്പ്, നമ്മുടെ കാഴ്ച മങ്ങുന്നതിന് മുമ്പ്, നമ്മുടെ ദേഹം ക്ഷയിക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നില്ലെങ്കിൽ പിന്നെ കർത്താവിന് നമ്മളെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ 2015 ആയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പ്രാർത്ഥന ശക്തമാക്കി. ഞാൻ എന്റെ കുടുംബത്തിൽ പറഞ്ഞു, ഞാനിങ്ങനെ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ പോവാണ്. ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് പറയണം, ജോലി ചെയ്യണം എന്നുള്ളതാണെങ്കിൽ കർത്താവ് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകും. കർത്താവ് സംസാരിച്ചില്ലെങ്കിൽ ജോലിക്ക് പോകും. അങ്ങനെ ഞാൻ ഇരുന്നു. അന്നൊക്കെ നമ്മളെ ഒരു വിശ്വാസിയായിട്ട് പോലും പലപ്പോഴും സഭയിലൊന്നും കൂട്ടിയിട്ടില്ല. നമ്മളെ അങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ കാണിക്കുകയൊന്നുമില്ല. നമ്മുടെ പ്രാർത്ഥനാ മുറിയിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണ് ദൈവത്തോട് അടുത്ത് ബന്ധം. പലരും പരിഹസിച്ചിട്ടുണ്ട്. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, സഹോദര, ഇത് ശുശ്രൂഷ എന്ന് പറയുന്ന വലിയ സ്റ്റേജുകളല്ല എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കത് നന്നായിട്ട് അറിയാം. കർത്താവ് പറയുകയാണ് ഒരു പായിടാനാണ് എന്നെ വിളിച്ചെങ്കിൽ ഞാൻ അത് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു ദേവദാസൻ എന്നോട് പറഞ്ഞു, ഉള്ള ജോലിയെല്ലാം കളഞ്ഞിട്ട് ഇപ്പൊ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ട് പറഞ്ഞു. പക്ഷെ
ഞാൻ ദൈവം എന്നോട് സംസാരിച്ചിട്ടാണെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെ കടന്നുപോയി ദൈവം ഇങ്ങനെ ഒരു ദർശനം കാണിച്ചു. ഒരു ദിവസം ഞാനിങ്ങനെ പറക്കുവാൻ ശ്രമിക്കുന്നത് പോലെ. അങ്ങനെ ആ അവസ്ഥയിൽ ഞാൻ പറക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല. ഞാൻ വീണു വീണു. അപ്പോ ഒരു ശബ്ദം കേൾക്കുന്നു. ഞങ്ങൾ പറക്കുവാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു. അത് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി നിൽക്കുന്നത് ഒരു വലിയ കോമ്പൗണ്ടിനകത്ത്, ഒരു ബിൽഡിങ്ങിന് മുമ്പിലാണ്. ദൈവകൃപയാല് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബൈബിൾ കോളേജിൽ തന്നെയാണ്, വെച്ചിച്ചിറ ഡ്യൂലസ് ബിബിളിക്കൽ സെമിനാരി. അവിടെയാണ് ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചത്. ആ ഒരു കോമ്പൗണ്ടാണ് എന്നെ കാണിച്ചു തന്നത് ആ സ്വപ്നത്തില്. കറക്റ്റ് തന്നെ അവിടെ ചെന്ന് 3 വർഷക്കാലം ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ഇടയായി തീർന്നു. ആ പഠിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം അത്ഭുതകരമായി എന്നെ നടത്തി. എനിക്ക് കുടുംബമായി അവിടെ പുറത്ത് പാർത്ത് വചനം പഠിക്കുവാനൊക്കെ സഹായിച്ചു. അതുപോലെ തന്നെ നല്ല ഒത്തിരി ബന്ധങ്ങൾ, അവിടെ ഒത്തിരി പഠിച്ച ഒറീസയിലുള്ള സുഹൃത്തുക്കള്, ജാർഖണ്ഡിലുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ അന്ന് കരുതുവാനും അവരുടെ സന്നിധി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ എനിക്ക് അവസരം ലഭിച്ചു. അങ്ങനെ അവരോടുള്ള വലിയ സ്നേഹത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. അതുപോലെ അവരെയൊക്കെ വീട്ടിൽ വിളിച്ച് അവധി ദിവസങ്ങളിൽ അവരെ വീട്ടിൽ വിളിച്ച് അവരെ കരുതുവാനൊക്കെ ഞങ്ങളെ ദൈവം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പഠനം, 3 വർഷത്തെ പഠനം എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമായിരുന്നു. ആ 3 വർഷത്തെ പഠനത്തിൽ അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്തും എനിക്ക് വചനമൊക്കെ നന്നായിട്ട് അറിയാം, കാര്യങ്ങൾ ദൈവം നന്നായിട്ട് ഇടപെടും. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വചനം സംസാരിക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. മറ്റുള്ളവർക്ക് ഞാൻ വചനത്തിന്റെ നോട്ട്സ് എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ എനിക്ക് എഴുന്നേറ്റേക്കുമ്പോഴത്തേക്കും പിശാച് പറയും, നീ അതിന് യോഗ്യനല്ലടാന്ന് പറയും. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദർശനം കണ്ടു. എന്റെ മുമ്പിൽ ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു ശരീരം. ആ ശരീരത്തിൽ എന്റെ എന്റെ ശരീരത്തിൽ നിന്ന് കുറെ എന്തൊക്കെയോ ആ ശരീരത്തിലേക്ക് പോയിട്ട് ആ ശരീരം മുഴുവൻ മുറിഞ്ഞ് രക്തങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് എന്റെ കാര്യങ്ങൾ, എന്റെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു. പിന്നെയും ഞാൻ അതിനോർത്ത് ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ അനുഭവത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അതിനുശേഷമാണ്, എനിക്ക് സംസാരിക്കാനൊന്നും വലിയ കഴിവൊന്നുമില്ല പാസ്റ്ററെ. ഞാൻ ജോലി ചെയ്യുന്ന 2-3 വർഷം ജോലി ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആരും എന്നോട് സംസാരിക്കത്തില്ല, ഒരു ആരും മിണ്ടത്തില്ല. അപ്പൊ എന്റെ നാവ് തടിച്ചു. ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് വിക്കായിരുന്നു സംസാരിക്കാനൊക്കെ. ആരും ഇങ്ങനെ സംസാരിക്കാനല്ല. പക്ഷെ ദൈവം പിന്നെ അതെല്ലാം മാറ്റി സംസാരിക്കാൻ, എത്രത്തോളം സംസാരിക്കാനുള്ള കഴിവ് എല്ലാം എനിക്ക് ദൈവം നൽകി. അങ്ങനെ 3 വർഷത്തെ പഠനത്തിന് ശേഷം നോർത്ത് ഇന്ത്യയിലേക്ക് വന്ന പലരോടും വാതിലുകൾ മുട്ടിയെങ്കിലും പലരും നിരുത്സാഹപ്പെടുത്തി അങ്ങോട്ട് കടന്നു പോകരുത്, അവിടുത്തെ ആ സാഹചര്യങ്ങളെല്ലാം വളരെ മോശമാണെന്നെല്ലാം പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഭാരപ്പെട്ട് അവിടെ ഒരു ഹോസ്റ്റലിൽ, തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോസ്റ്റലിൽ 1 വർഷക്കാലം വാർഡനായിട്ട് ജോലി ചെയ്തു. അവിടെ നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് പോയത്. അവിടെ പോയി കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ടെല്ലാം ചെയ്തെങ്കിൽ അത് നടത്തുന്നവരുടെ നിലപാടുകളോട് യോജിപ്പാൻ നമുക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ നിന്ന് 1 വർഷത്തിന് ശേഷം പോന്ന്. ആ സമയത്താണ് കൊറോണ ബാധിക്കുന്നത്. കൊറോണ ബാധിക്കുന്ന സമയത്ത് 2 വർഷക്കാലം പിന്നെ മറ്റൊരു ദേവദാസന്റെ കൂടെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കേണ്ടതായിട്ട് വന്നു. അവിടെ അതും വലിയ ഒരു കഷ്ടതയുടെ സമയമായിരുന്നു. വലിയ കഷ്ടത എന്ന് പറഞ്ഞാൽ എല്ലാ നിലകളും കഷ്ടത. പക്ഷെ ഞാൻ ഈ ബീഹാറിൽ കടന്നു വന്നതിന് ശേഷമാണ് ദൈവം എന്തിനാണ് ആ കഷ്ടതയിലൂടെ കടത്തിവിട്ടതെന്ന് എനിക്ക് മനസ്സിലായത്. അത് എനിക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കാനുള്ള ഒരു ട്രെയിനിങ് കർത്താവ് മുന്നേ നൽകുകയാണ്. കർത്താവ് ആ റോമാലേഖനം 8:28 പറഞ്ഞത്, എന്നാൽ തന്നെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപിക്കുന്ന വചനം പോലെ നമ്മുടെ ജീവിതത്തിൽ മുന്നമേ സംഭവിക്കുന്നത്, നമ്മൾ കടന്നു പോകുന്ന വഴികളും ഒന്നും യാദൃശ്ചികമല്ല. ഒരു ഭക്തനെ കർത്താവ് കരത്തിലെടുത്തു കഴിഞ്ഞാൽ കർത്താവ് ആ വഴിയിലൂടെ, കർത്താവായ യേശുക്രിസ്തു നമ്മളെ നടത്തുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മൾ തകർന്നു പോകാതിരിക്കേണ്ടതിന്, നമ്മൾ പിറുപിറുക്കാതിരിക്കേണ്ട ദൈവം മുന്നമേ നമ്മളെ ഓരോ കാര്യങ്ങളിലും അതുപോലെ നമ്മൾ പിന്നത്തേതിൽ ചിന്തിച്ചാൽ കർത്താവ് ഇതിനു വേണ്ടിയാണ് നമ്മളെ നടത്തുന്നത്. നമ്മൾ പിന്നത്തേതിൽ നമ്മൾ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ഇടയായിത്തീരും. അതുപോലെ ഒത്തിരി പിറുപിറുക്കുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്ന് വചനം വായിച്ചുകൊണ്ടിരുമ്പോൾ കർത്താവിനോട് വ്യക്തമായിട്ട് സംസാരിച്ചു. ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലൂടെ കടത്തിവിടുന്നു, എന്റെ നാമനിമിത്തം ഞാനത് ചെയ്യുന്നു. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 48:10. അത് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി കർത്താവ് ഡയറക്ടറിനോട് സംസാരിക്കുകയല്ലേ. അപ്പോ ഈ കഷ്ടതയുടെ ചൂളയിൽ കൂടി കടന്നു പോകുന്നത് അത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി. എന്റെ നാമം ഞാൻ മഹത്വം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കുന്നത് എങ്ങനെ? അത് നിമിത്തം ഞാൻ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ പിന്നെ അതിനപ്പുറത്ത് വേറൊരു ഉറപ്പ് നമുക്ക് ലഭിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ഓരോ കാര്യത്തിലും കർത്താവ് നമ്മളെ കടത്തി വിടുമ്പോൾ അതിന്റെ മധ്യേ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആരെല്ലാം തകർന്നിരിക്കുന്നു എന്ന് കേൾക്കുന്നവര്, ഞാൻ ഈ വഴിയിലൂടെ കടന്നു പോകുന്നത് അത് ദൈവത്തിന്റെ ഉദ്ദേശമാണ്. പിന്നത്തേതിൽ നിനക്ക് രാത്രിയും പകലും ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനുള്ള
ഒരു മഹത്വം കരയേറ്റുവാനുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ അവസ്ഥയിലൂടെ ദൈവം നിങ്ങളെ കടത്തിവിടുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അതോർത്ത് നിങ്ങൾ ധൈര്യപ്പെടണം. ഈ കഷ്ടം നിങ്ങൾക്ക് നിങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ നിത്യയുടെ സന്തോഷം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് ഓരോ ഭക്തനും തിരിച്ചറിയണം. അങ്ങനെ അവിടെ ആ 2 വർഷക്കാലം വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയ സമയത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. അപ്പൊ ഞാനിങ്ങനെ വൈഫിനോട് പറയും, ഞാൻ പോകും എന്ന് പറയും. അപ്പൊ എങ്ങോട്ട് പോകുന്നത്? എന്റെ ഉള്ളിൽ മുഴുവൻ നോർത്ത് ഇന്ത്യ കിടക്കുന്നത്. ഞാനിങ്ങനെ പോകുമെന്ന് പറയും. അപ്പൊ ഒരു കാര്യം നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങള് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വൈഫിന്റെ സഭയിലെ ദേവദാസൻ, കുന്നംകുളത്തുള്ള ഷാരോൺ സഭയിലെ റോയ് മാത്യു എന്ന് പറയുന്ന ദേവദാസൻ, അവർ ഗ്രൂപ്പായിട്ട് ബീഹാറിലേക്ക് കടന്നു വന്നു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ആ ദേവദാസൻ അങ്ങനെ ഒരു ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. ആ ദേവദാസൻ ഇങ്ങോട്ട് വന്നത് എന്നെ ഇവിടെ ആക്കുവാൻ വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദേവദാസൻ ഇവിടെ കടന്നു വന്നു, ടീമായിട്ട് ഇവിടെ കടന്നു വന്നു. ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം കണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആള് വിളിച്ചിട്ട് പറഞ്ഞു, വിജയരാജെ, ഇവിടെ നല്ല അവസരങ്ങളുണ്ട്, പോകുന്നു എന്ന് ചോദിച്ചു. ഞാൻ ചാടി പറഞ്ഞു, ദൈവത്തിന്റെ ദാസനെ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. നമുക്കൊന്നും അറിയത്തില്ല, എന്നാ ഞാൻ പറഞ്ഞു പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ദാസൻ വീട്ടിൽ വന്നു. വൈഫിന് ഒരു കാര്യം അറിയത്തില്ല, രക്ഷയിലാണ്. എങ്ങനെയാണെങ്കിലും ഇങ്ങനെ സുവിശേഷ വേലയെ കുറിച്ചൊന്നും വലിയ ധാരണയോ കാര്യങ്ങളൊന്നുമില്ല. അവൾ വളരെ ഭാരപ്പെട്ടു. അപ്പോൾ ദേവദാസൻ, അവിടെ സ്വന്തം ദേവദാസനാണല്ലോ, ദേവദാസൻ വന്ന് അവളെ വിളിച്ചിരുത്തി, ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചിരുത്തി സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ധൈര്യമായി. അങ്ങനെ പിന്നെ ഞങ്ങളെ ഇരുത്തി ദേവദാസൻ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് 21 ദിവസം ഞങ്ങളോട് ഒരുമിച്ച് ഉപവസിച്ച് സഭയെ ഞങ്ങളെ ബലപ്പെടുത്തി. കർത്താവിന്റെ ദാസൻ ഞങ്ങളെ ഇവിടെ അയച്ചു. 2022 ജൂലൈ 2-ാം തീയതി ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനത്തിൽ ഞങ്ങള് ഇവിടെ 10ാമത്തെ വിവാഹ വാർഷികത്തിന് അന്ന് ഞങ്ങൾ അവിടുന്ന് ട്രെയിൻ കയറി ഇവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഇവിടെ വന്ന് 2 വർഷമായി ദേവദാസനെ ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്തു, എല്ലാം പരാജയമായി തീർന്നു. വലിയ പരാജയമൊക്കെ ഉണ്ടായി. എന്നാലും ഞാൻ കഴിഞ്ഞ വലിയ ശാരീരികമായ വലിയ ക്ഷീണങ്ങൾ, രോഗങ്ങൾ, ഇവിടുത്തെ കാലാവസ്ഥ അറിയാലോ, നമുക്ക് ഒരിക്കലും ശീലിച്ചിട്ടില്ലാത്തൊരു കാലാവസ്ഥയാണ്. വലിയ തണുപ്പ്, അതുപോലെ തന്നെ വലിയ ചൂട്, ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ കടന്നുപോയി. അതുപോലെ സാമ്പത്തികമായ ഇതെല്ലാം ഉണ്ടായി. എന്നാൽ ഞാൻ ആദ്യത്തെ നാളെ ലീവിന് പോയിട്ട് വന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇവിടെ വന്ന ശേഷം വലിയ രോഗങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ ഇവിടെ നിന്ന് പൊക്കോട്ടെ എന്ന് ചോദിച്ച് ഞാൻ അകത്ത് പോയി ബൈബിളെടുത്ത് തുറന്ന് വായിച്ചപ്പോൾ കർത്താവിനോ, ഞാൻ ഇതാ സീയോനിൽ വിലയേറിയത് അടിസ്ഥാനം ഒരു ശോധന ചെയ്ത വിലയേറിയ കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ലെന്ന് കർത്താവ് അതിശക്തമായിട്ട് പറഞ്ഞു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകരുത്. ഞാൻ പിന്നെ പറഞ്ഞു, കർത്താവ് ശരി, അങ്ങയുടെ ഹിതമതാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു. അതിനുശേഷം ദൈവത്തിന്റെ കൃപയെന്ന് പറയട്ടെ, അനേക ദേവദാസന്മാരെ ഞങ്ങളുടെ അടുക്കിലേക്ക് അയക്കുവാൻ, ഞങ്ങളെ ബലപ്പെടുത്തുവാൻ, പ്രാർത്ഥനയ്ക്കാക്കി അയക്കുവാൻ ഇടയായി. അങ്ങനെ ബലത്തോടെ ഞങ്ങൾ ഇവിടെ നിന്നു. വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് തന്നെ ഇവിടെ ഞങ്ങളുടെ അയൽവക്കത്തെ ഒരു ജാതിയിൽ അവർ ഉന്നതമായിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി എന്നെ കാണുകയും അവരുടെ ദൈവത്തിന്റെ നാമം ചൊല്ലി ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യും, അറിയാലോ. അപ്പൊ ഞാൻ ആദ്യം വന്നപ്പോൾ ഭയപ്പെട്ടു പോയി. പക്ഷെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ മനുഷ്യനെ കാണാനില്ല. ഇദ്ദേഹം പെട്ടെന്ന് തളർന്നു വീണ് സ്ട്രോക്ക് വന്ന് അങ്ങനെ വലിയ കഷ്ടത്തിലൂടെ താൻ കടന്നുപോയി. വിവിധ ആശുപത്രികളെല്ലാം കൊണ്ടുപോയി. അപ്പൊ ഞാനിങ്ങനെ അവരോട് സംസാരിക്കണോ വേണ്ടതെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ മകനെ കണ്ടപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ മകനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, പപ്പയ്ക്ക് എങ്ങനെയുണ്ട്? പപ്പയ്ക്ക് കിടപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവരുടെ മുഖത്തൊരു പ്രകാശം, വല്ല നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കിടക്കുന്ന ആള് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങനെ പിന്നെ ഞാൻ അവരോട് സ്നേഹത്തിലെല്ലാം സംസാരിച്ച്, ഞാൻ വീട്ടിൽ വന്നോട്ടെ, നിങ്ങളുടെ വീട്ടിൽ വരട്ടെ, പ്രാർത്ഥിക്കാൻ വരട്ടെ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചു. അങ്ങനെ ദൈവകൃപയാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി പ്രാർത്ഥിക്കും. ഇന്ന് രാവിലെ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ആ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത വ്യക്തി 2 മക്കളുടെയും തോളത്ത് കൈവച്ച് താൻ നടക്കുന്നത് കാണുവാൻ കർത്താവ് കൃപ നൽകി. അപ്പോ നമ്മളെ അവർക്കിപ്പോ നമ്മളെ വലിയ സ്നേഹം, വലിയ ബഹുമാനമാണ്. വല്ല ദേശത്തുനിന്ന് വന്നിട്ട് ഞങ്ങളുടെ ഈ അവസ്ഥയിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഒരു കുടുംബമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ വലിയ പ്രയാസത്തിലൂടെ ഒരു വേലയ്ക്ക് ഒരു വഴി തുറക്കാതെ ഇങ്ങനെ ബുദ്ധിമുട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഒരു ഗ്രാമത്തിലേക്കുള്ള ഒരു എൻട്രി ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ അവിടെ കടന്നു പോകുവാനും, അവിടെ ഒരു 50ഓളം ആളുകൾ കൂടി വരുന്നുണ്ട്. അവിടെ അവരുടെ മധ്യത്തിൽ പോയി ദൈവത്തിന് അവർക്ക് വചനമൊന്നും പറഞ്ഞുകൂടാ, അവർ കൂടി വന്ന് ആരാധിക്കും, അവരുടെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ അറിയാവുന്ന ഹിന്ദിയിൽ അവിടെ പോയി പ്രവർത്തിക്കുവാനും വചനം പറഞ്ഞു കൊടുക്കുവാനും ഒക്കെയും കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു.
അവിടെ ഒരു കേവലം റോട്ടിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇനി അവിടെ അതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ദൈവം ഒത്തിരി വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കാത്ത വാഗ്ദത്തങ്ങളാണ് ദൈവം പറഞ്ഞേക്കണത്. അത് അപ്പൊ പറഞ്ഞ ആ ആ സമയത്തെല്ലാം ഓരോ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസം വാഗ്ദത്തങ്ങൾ ദൈവം വ്യക്തമായി സംസാരിക്കുന്ന ആ ദിവസമോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസമോ പിശാച് നമ്മളെ ആ രീതിയിൽ തകർത്തുകളെ അതിലേക്ക് നോക്കുവാൻ കഴിയാതെ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തി മനസ്സ് വ്യാകുലമാക്കി കളയുന്ന അനുഭവങ്ങളുണ്ടായിട്ട്. എന്നാൽ അതിലൊക്കെയും ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായി അത് നടത്തും. എനിക്കൊരു പ്രാപ്തിയില്ലെന്ന് ഞാൻ ഇന്നും ഞാൻ വിശ്വസിക്കും. പക്ഷേ കർത്താവ് ഓരോ മേഖലകളിലും എന്നെ പുഷ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് നിർത്തുമെന്ന് പറഞ്ഞാൽ അത് ദൈവം നിർത്തുക തന്നെ ചെയ്യും. അങ്ങനെ സന്തോഷത്തോടെ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കർത്താവ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഓരോ ഗ്രാമങ്ങളിലേക്കുള്ള വഴികൾ തുറന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും കർത്താവ് വലിയ ഉറപ്പും ധൈര്യം നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയൊരു ജീവിതാനുഭവം മുന്നിലേക്ക് ഉണ്ട്. ഇനിയും ഒത്തിരി ഈ ദേശത്ത് അതുപോലെ തന്നെ നേപ്പാളിലൊക്കെ പോയി പ്രവർത്തിക്കണം എന്നുള്ള വാഗ്ദത്തങ്ങളുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുറെ സഹോദരന്മാരെയൊക്കെ ദൈവം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ദൈവം മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ബീഹാറിലെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് വലിയ അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞാൽ, ഞാൻ വർഷങ്ങളായിട്ട് സഞ്ചരിക്കുന്ന ഒരു വഴിയിൽ കൂടി പോകുന്നത് പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. അതാ ഞാൻ പണ്ട് തൊട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടായിരിക്കും ഓരോ സ്ഥലങ്ങളും എനിക്ക് പരിചിതമുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എനിക്ക് ഇവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു അഴുക്ക് നിറഞ്ഞ സ്ഥലമാണ് ഞങ്ങൾ ഈ പാർക്കുന്ന ദേശം. പക്ഷെ ഇവിടെ നമുക്ക് അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ വലിയ സന്തോഷത്തിലാണ്. നമുക്ക് ഇവിടെ വേണ്ടത്, ഇവിടെ ജനങ്ങൾക്ക് വിടുതലുണ്ടാകണം, അതുപോലെ ഒരു അനുഗ്രഹപ്പെട്ട വേല ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഇവിടെ ആയിരിക്കുന്നു. അതിനെ ഓർത്ത് എല്ലാ ദൈവമക്കളും, പ്രിയ ദേവദാസനും എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ ആസാദി ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ആദ്യം മുതൽ കാണുന്നതാണ്. ആസാദി ടിവിയുടെ ഒരു എന്റെ കഥ എന്ന് പറയുന്ന എപ്പിസോഡിന്റെ 14ാം എപ്പിസോഡിൽ ഒരു നേപ്പാളി സഹോദരി സീതയെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ദൈവകൃപയാൽ ഇന്ന് ആ സീതയുടെ സഹോദരിയുടെ ഭവനത്തിൽ നിന്നാണ് ഞാൻ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യാനിടയായി തീർന്നത്. അപ്പോൾ ആ ബന്ധം കർത്താവ് അത്ഭുതകരമായിട്ട്, അന്ന് അവരെ ഒരു പരിചയമില്ല, ഇന്ന് അവരുമായിട്ട് നല്ല പരിചയത്തിന് സ്നേഹത്തിലാകുവാനെല്ലാം സഹായിച്ചു. അതിനും മുഖാന്തരങ്ങൾ ഒരുക്കിയത് ആസാദി ടി വി ആണ്. ആസാദിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദേവദാസനും കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയും ഇതിന്റെ പ്രവർത്തനങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാനുള്ളത്, ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് തക്ക സമയത്ത് നിവൃത്തി വരുത്തും. ഒരു ജപ്പാനിലെല്ലാം ഉള്ള ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. അവരെയൊക്കെ അവര് ഭരണി, നല്ല കുപ്പിഭരണി പോലെ ഭരണികൾ ഉണ്ടാക്കി വെക്കും വലിയ അലങ്കാരത്തിനായിട്ട്. ആ ഭരണികൾ എന്ന് പറഞ്ഞാൽ വലിയ ഡാർക്ക് കളറിൽ അവരുണ്ടാക്കുന്നത്. ഇത് ഉടഞ്ഞു പോകും ചിലപ്പോൾ. അബദ്ധവശാൽ അവരുടെ സ്വീകരണ മുറിയിലേക്ക് വെച്ച സാധനങ്ങൾ ഉടഞ്ഞു പോകുവാനിടയായിത്തരും. ഉടഞ്ഞു പോകുമ്പോൾ ഈ ഉടയവൻ, അതിന്റെ ഉടമസ്ഥന് അത് കളയത്തില്ല. അദ്ദേഹം അതെടുത്ത് നല്ല പശ കൊണ്ട് അത് തേച്ച് ഒട്ടിച്ച് അതിന്റെ പഴയ ഷേപ്പ് വരുത്തും. മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. അതിൽ തങ്കത്തിന്റെ പൊടികൾ ചേർത്ത് ആ ഉടഞ്ഞുപോയ ഭാഗത്തെല്ലാം മാർക്ക് ചെയ്ത് അതിങ്ങനെ വരച്ച് വലിയ മനോഹരമാക്കി തീർക്കും. അപ്പൊ ആ ഉടഞ്ഞുപോയ പാത്രത്തിൽ ആ ഉടവിന്റെ മുകളിൽ ഒരു തങ്കത്തിന്റെ ഒരു ഡിസൈനും കൂടി വരുമ്പോൾ ആദ്യത്തേതിലും മനോഹരമായി തീരും. അതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഏത് മേഖലകൾ നമ്മൾ ഉടഞ്ഞുപോയോ കർത്താവ് പണിതെടുത്ത് ആ കർത്താവിന്റെ തങ്കച്ചോരയാൽ നമ്മളെ പൊതിഞ്ഞ് ഈ ലോകത്തിലെ മാലിന്യങ്ങളല്ല കാണുന്നത്. പിന്നെ ആൾക്കാർ നോക്കുമ്പോൾ ആ സ്വർഗത്തിലെ തേജസ് നമ്മളെ കാണുവാൻ ഇടയാക്കി തീരും. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അതുപോലെ പണിതെടുക്കുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വസിക്കുമ്പോൾ, ആ ദൈവത്തിന് നമ്മൾ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ രീതിയിൽ ദൈവം നൽകും. അത് ഈ ലോകത്തിലെ സ്വത്തോ ധനമോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മൾക്ക് കഷ്ടത വരുമ്പോൾ, എന്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ പറയാം, കഷ്ടത വരുമ്പോൾ എനിക്കത് വലിയ സന്തോഷമാണ്. എന്തെന്ന് വെച്ചാൽ ആ അപ്പന്റെ സാന്നിധ്യം അനുഭവം, ആ ഒരു കഷ്ടത അല്ലെങ്കിൽ ഒരു കണ്ണുനീരോടെ ഇരിക്കുന്ന നമ്മളെ മുറിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് വചനം തുറക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മളോട് ഉത്തരം പറയുന്ന ഒരു കർത്താവ്, അതാണ് ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. അല്ലാതെ ഈ ലോകത്തിലെ കുറെ ധനം ലഭിച്ചിട്ടോ മറ്റു കാര്യങ്ങളോ അല്ല. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ തക്കവണ്ണം നമ്മുടെ പക്കൽ എന്തെങ്കിലും ദൈവം നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കണം. അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ പണിതെടുത്തതിന്റെ ഉദ്ദേശം മറ്റുള്ളവർക്ക് വേണ്ടി അവരെ സന്തോഷിപ്പിക്കുക. ആ പൊട്ടിപ്പോയ ഭരണിയിൽ പിന്നെ ഇത് പൊതിഞ്ഞ് അത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന അത്ഭുതം കൂറുമാറാക്കുന്നത് പോലെ നമ്മളുമായി തീരണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ സാക്ഷ്യം എല്ലാവരെയും, ഇത് കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
പ്രൈസ് ലോർഡ്. താങ്ക് യു പാസ്റ്ററെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. പാസ്റ്റർ പറഞ്ഞു ബീഹാറിലെത്തിയ സ്ഥലങ്ങളിൽ ഒരു പുതിയ സ്ഥലത്തെത്തിയതുപോലെ തോന്നുന്നില്ല, പരിചിതമാകുന്ന വഴികളിലൂടെ നടക്കുന്ന പോലെ തോന്നുന്നു. പണ്ട് പ്രാർത്ഥനയിൽ ആത്മാവിൽ നടന്ന സ്ഥലങ്ങളിൽ ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തുകയാണ്. അതൊരു പ്രത്യേക ആത്മീയ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ആ പൊട്ടിപ്പോയ പാത്രത്തെ ചേർത്തൊട്ടിച്ച് അതിനകത്ത് തങ്കം അല്ലേ അതുകൊണ്ട് മാർക്കിങ് ചെയ്ത് അതിനെ മനോഹരമാക്കിയതുപോലെ ജീവിതം മുഴുവൻ തകർന്നു പോയതാണ്. കാരണം നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾക്കൊരു പെരുദോഷം വന്നാൽ ബാക്കിയുള്ള സഹോദരങ്ങളെ മുഴുവൻ ആ കണ്ണോട് ആളുകൾ കാണും. പിന്നെ സമൂഹത്തിൽ നമുക്ക് ഉയർന്നു വരുവാൻ നമുക്ക് ഇട കിട്ടത്തില്ല, വഴി കിട്ടത്തില്ല. എല്ലാവരും ജോലി സ്ഥലത്തൊക്കെ നേരിട്ട അനുഭവങ്ങൾ പറഞ്ഞല്ലോ, എല്ലാവരും ആ കണ്ണോടുകൂടിയാണ് കാണുന്നത്. ഇവൻ ഇന്നാരുടെ സഹോദരൻ, അതുകൊണ്ട് ഇവനും ഇങ്ങനെ ആയിരിക്കും എന്ന് ഉള്ള ഒരു കണ്ണോടുകൂടിയാണ് ആളുകൾ കാണുന്നത്. മറ്റൊരു സഹോദരന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചല്ലേ പാസ്റ്ററെ? അതെ അതെ. ഒരിടയ്ക്ക് നമുക്ക് ആ സ്ഥലത്തിന്റെ പേര് പറയാൻ പറ്റില്ല പാസ്റ്ററെ. നമ്മള് ഇപ്പൊ എവിടെ ആരെങ്കിലും പരിചയപ്പെട്ട ചോറ്റാനിക്കര അല്ലെങ്കിൽ തിരുവാങ്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും, ഇന്ന ഒരാളെ അറിയോ, ഇന്നൊരു വ്യക്തിയെ അറിയോ എന്ന് ചോദിക്കും. അതാണ് അത്. അതുപോലെ ജീവിതത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാനൊരു വാഹനം ഡെലിവറി എടുക്കാൻ പോയ അന്ന് അതൊരു DSPയുടെ വീട്ടിലാണ്. അപ്പൊ ഇങ്ങനെ ചെന്ന് വാഹനമൊക്കെ ഡെലിവറി കൊടുത്തു കഴിഞ്ഞ സമയത്ത് എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചോറ്റാനിക്കരാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എടുത്ത വഴിക്ക് ചോദിക്കുക, ഇങ്ങനെ ഒരാളെ അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് സഹോദരനാന്ന് പറയാൻ പറ്റുന്നില്ല. അതുപോലെ ഉള്ള ഒരു സാഹചര്യമായിരുന്നു അത്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ. ഒരു വിവാഹത്തിന് പോകാൻ പറ്റത്തില്ല. ഇതിന്റെ മറുഭാഗത്തെ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ജീവിത സാഹചര്യം അല്ലെ? ഒരുപക്ഷെ ഒന്നും പറയാനൊക്കത്തില്ല. അന്ന് ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതം പിന്നെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക്. ആ പൊട്ടിപ്പോയ പാത്രം ചിതറിപ്പോയേനെ, കുടുംബം ചിതറിപ്പോയി. അതുപോലെ കർത്താവ് പണിതെടുത്തു. അതെ. ഈ സഹോദരന്റെ ഈ ഒരു അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെയാണോ വീട്ടിലുണ്ടായ ചില അനർത്ഥങ്ങൾ, ആത്മഹത്യകളെ കുറിച്ചൊക്കെ പറഞ്ഞത് അതിന് മുമ്പ് തന്നെയാണോ? ഇല്ല, അതിനുശേഷം. ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഞങ്ങളുടെ പിതാവിന്റെ 2 ജ്യേഷ്ഠന്മാരെ ആത്മഹത്യ ചെയ്യാനിടയായിട്ടുണ്ട്. ഓ, അത് ശരി. എന്ന് പറഞ്ഞാൽ പൊതുവിൽ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഈ കുടുംബങ്ങളുടെ പശ്ചാത്തലത്തിലൊക്കെയുള്ള അങ്ങനെയുള്ള ബന്ധനങ്ങളാണ് പിന്നെയും വ്യക്തികളെ, ജീവിതങ്ങളെ തകർച്ചയിലേക്ക് കൊണ്ടുവന്നത്. ചേട്ടൻ്റെയൊക്കെ അനുഭവം എന്ന് പറഞ്ഞാൽ പിശാച് തകർക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ വേദോസം പറയുന്ന പിശാചിൻ്റെ പ്രവൃത്തിയെ അഴിപ്പാൻ ദൈവത്തിന് വെളിപ്പെട്ടു. കർത്താവ് പണിതു, കർത്താവ് മനോഹരമാക്കി മാറ്റി, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നൽകി, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകി, തലമുറയെ നൽകി. എല്ലാം കർത്താവാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നല്ലൊരു കുശവന, തകർന്നതിനെ പുതുക്കി പണിയുന്ന കുശവന, രണ്ടാമത് അവസരം തരുന്ന കുശവന. നമ്മുടെ എല്ലാ ജീവിതത്തിലും അവനതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററെ അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം അനേകർക്ക് അനുഗ്രഹമാക്കി ബീഹാറിൽ ഉപയോഗിക്കട്ടെ. സീത സിസ്റ്ററുടെ സഹോദരിയുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞത്. സോറി, ഈ ഇവിടെയാണ് വൈഫൈയും കണക്ഷൻ നമുക്ക് ഉള്ളതാണ്. വൈഫൈ കണക്ഷൻ ഉള്ളതുകൊണ്ട് സീത സിസ്റ്റർ സഹോദരിയുടെ ഭവനത്തിലാണ് ഇപ്പോൾ ഈ റെക്കോർഡിങ് നമ്മൾ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ആ കുടുംബത്തെ ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കണം. ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം പാസ്റ്ററെ. അവരുടെ ജീവിതത്തിൽ ഒരു സമാധാനം, അനുഗ്രഹമൊക്കെ വെളിപ്പെടാനിടയായിട്ട് പാസ്റ്റർ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എങ്ങനെ അവസരം കർത്താവ് നൽകിയല്ലോ കർത്താവെ. അടിയന്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ വിളിച്ചു പറയുവാൻ കർത്താവ് ഒരു സാക്ഷ്യമായി പ്രസ്താവിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി നന്ദി പറയുന്നു. അതിനുവേണ്ടി മുഖാന്തരം ഒരുക്കി ആസാദി TV ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമേ അങ്ങയുടെ ഭക്തന്മാർക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം തകർച്ചകൾ വന്നുവോ, ഏതെല്ലാം കഷ്ടത വന്നുവോ കർത്താവ്, ഏതെല്ലാം പ്രയാസങ്ങളിലൂടെ അവരിപ്പോൾ ആയിരിക്കുന്നുവോ, അതിന്റെ മധ്യേ ദൈവം അവരെ വിടുവിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരായിരിക്കുന്ന രോഗത്തിന്റെ അവസ്ഥകളിൽ നിന്ന്, സാമ്പത്തികമായ ക്ലേശങ്ങളിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കണമേ. തലമുറകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന
കഷ്ടപ്പെടുന്നവർ ഇതിന്റെ അകത്തുണ്ടല്ലോ കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, മക്കളുടെ വിവാഹങ്ങളെ ഓർത്ത് കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. യേശുവേ, അതിന്റെ എല്ലാ മധ്യ ദൈവം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിദേശത്തെ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ ഹല്ലേലൂയ ദൈവം നോക്കി പാർക്കുന്നവരുണ്ട് കർത്താവെ. നല്ല ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് കർത്താവെ. അവരെ എല്ലാം ദൈവം ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, നിത്യതയുടെ വെളിച്ചം കർത്താവെ ലഭിക്കുവാൻ വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. തകർന്ന അടിയനെ പണിതെടുത്തതുപോലെ കർത്താവെ അവരെയും പണിതെടുക്കണമേ, ഉയർത്തണമേ, മാനിക്കണമേ കർത്താവ്. ഏത് കഷ്ടതയിലും കർത്താവിന്റെ നാമത്തെ ഓർത്ത് പ്രശംസിപ്പാൻ തക്കവണ്ണം ബുദ്ധിയും പരിജ്ഞാനവും കർത്താവ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആസാദ് TV അതിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. പിന്നിപ്പാസനായി കർത്താവ് തന്റെ കുടുംബത്തിനായി മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാ പ്രവർത്തനങ്ങളെയും ഏറ്റവും ശ്രേഷ്ഠകരമാക്കി തീർക്കണം. ഇനി അനേകരുടെ സാക്ഷ്യങ്ങളെ സംപ്രേഷണം ചെയ്യാൻ, അപ്പോൾ തന്നെ തന്റെ സഭയുടെ പ്രവർത്തനങ്ങൾ, മിഷണറി പ്രവർത്തനങ്ങൾ എല്ലാം അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകലത്തിന്മേലും ശുഭത നൽകി ആദരിക്കണം. മുഴുവൻ മഹത്വം ദൈവത്തിന് അർപ്പിക്കുന്നു. യേശുക്രിസ്തു തന്നെ നാമത്തിൽ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസ കാവൽ നമ്മളെല്ലാവരുടെ മേലും നമ്മുടെ നടുവിൽ കടന്നുന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച കർത്താവിന്റെ ദാസൻ പ്രിയ വിജയരാജ് പാസ്റ്ററുടെ മേൽ, തൻ്റെ കുടുംബത്തിന്മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഒരു പ്രാവശ്യം നന്ദി പറയുക. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകരോട് നന്ദി പറയുന്ന ദൈവം എല്ലാവരെയും മാനിക്കട്ടെ. താങ്ക് യു. God bless you all. Have a wonderful time. God bless you. Thank you for watching. Praise the Lord.